വെൽക്കം ടു TRP. ഇന്നത്തെ അതേ സൈഡിൽ നമ്മുടെ എപ്പിസോഡിൽ വരുന്ന അനീസാണ്. അനീസ് കോഴിക്കോട്ടുകാരനാണ്, എന്നെയും മൊബിനെയും പോലെ തന്നെ. അനീസ് റയൽ മാഡ്രിഡ് ഫാനാണ്. നമുക്ക് റയൽ മാഡ്രിഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി അനീസ് വന്നിരിക്കുന്നു. അനീസ്, വെൽക്കം ടു ദ ഷോ. അനീസ് ലോസ് ബ്ലാങ്കോസ് കേരള അല്ലെ നിങ്ങളുടെ പേജ്? ഇതിന്റെ ബയോയില് ഞങ്ങൾ ഇടുന്നുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യൂ. അവര് ഡെയിലി ഓൾമോസ്റ്റ് ഡെയിലി ലൈവ് സ്ട്രീം ചെയ്യാറുണ്ട്. റയൽ മാഡ്രിഡിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. ആക്ച്വലി നല്ല ഷോ ആണ്. സോ പ്ലീസ് ഫോളോ ദം ആസ് വെൽ. വെരി ഗുഡ് പേജ് ഫോർ ഓൾ യുവർ റയൽ മാഡ്രിഡ് അപ്ഡേറ്റ്സ്. ഇന്ന് അനീസിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ഇവന്റ്ഫുൾ ഡേ ആണ്. അനീസ് ഇവിടെ വരുന്നതിന് മുമ്പ് ജസ്റ്റ് വിനീഷ്യസ് ജൂനിയർ ഹാസ് അഗ്രീഡ് ടു എക്സ്റ്റെൻഡ് ഹിസ് കോൺട്രാക്ട്. വലിയൊരു സാഗ അല്ലെ അനീസ്? എത്രയോ വർഷങ്ങളായിട്ട് ഇത് 2 വർഷം തോന്നി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ. അവസാനം ഇന്ന് ആഴ്സണൽ അഗ്രി ചെയ്തു. ആഴ്സണൽ വന്ന് കുറെ ട്രൈ ചെയ്തു, പക്ഷെ ഇവൻച്വലി വിനീഷ്യസ് ഡിസൈഡഡ് ടു സ്റ്റേ. എന്ത് തോന്നുന്നു ഫസ്റ്റ് റിയാക്ഷൻസ്? വിനീഷ്യസിന്റെ ആക്ച്വലി എനിക്കൊരു ഗട്ട് ഫീലിംഗ് ആയതിനെ ഉണ്ടായിരുന്നു അത് പുള്ളി അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. കാരണം പുള്ളി ഒരു മാഡ്രിഡിസ്റ്റ് ആണ്. പുള്ളി പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫാനാണ്, ഒരു മാഡ്രിഡിസ്റ്റ് ആണ്. അപ്പോ പുള്ളിയുടെ നമ്മൾ ഗ്രൗണ്ടിലെ റിയാക്ഷൻസും അല്ലെങ്കിൽ ഓഡിയൻസിനോടുള്ള റിയാക്ഷൻസും ഒക്കെ നമ്മൾ പലപ്പോഴും ആ ഒരു മാഡ്രിഡിസ്റ്റ് ഫീല് നമുക്ക് തന്നിട്ടുള്ള ഒരു പ്ലെയർ ആണ് മറ്റുള്ളവരെ അപേക്ഷിച്ചൊക്കെ. അപ്പോ പുള്ളി വെറുതെ അങ്ങോട്ട് അവിടുന്ന് പോവും എന്ന് ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ റീസെന്റ് ഇപ്പൊ കഴിഞ്ഞ ഒരു വീക്കിലൊക്കെ വന്ന റൂമേഴ്സ് ഒക്കെ വരുമ്പോ ഞാനും ഒരു 50-50 എത്തിയിരുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അത് പുള്ളിയുടെ ആ ഒരു കോൺട്രാക്ട് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. പിന്നെ പ്രത്യേകിച്ച് റോക്ക് നാഷനാണ് പുള്ളിയുടെ ഏജൻസ്. അവര് പൊതുവെ അതിന്റെ ആളുകളാണ്. അവർ നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ ഒരു സിസ്റ്റം. അപ്പൊ അവർ ആ ഒരു രീതിയിൽ കളിക്കണതാണ് എന്നുള്ളത് എനിക്ക് ആദ്യം അറിയായിരുന്നു. കാരണം പുള്ളിക്ക് അങ്ങനെ പോകണം എന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് ആ ഓഫർ മേടിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ പുള്ളിക്ക് സൗദിന്ന് ഭീകര ഓഫർ വന്നിട്ടുണ്ട്, ആ സമയത്ത് പുള്ളിക്ക് അത് മേടിച്ചിട്ട് പോയാൽ മതി. പക്ഷെ പുള്ളി ആ ഒരു ലെവലിലോട്ട് നിന്നിട്ടില്ല. കാരണം മാഡ്രിഡിന് പുള്ളിനെ നിലനിർത്തണം എന്നുണ്ട്, വിനീഷ്യസിനെ സംബന്ധിച്ച് പുള്ളിക്ക് അവിടെ നിൽക്കണം എന്നുണ്ട്. എന്നാ ഒരു നെഗോസിയേഷൻ ഒരു ലെവലിൽ എത്താത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഇവരുടെ ഏജൻസിന്റെ ഈ ഒരു കളിയും കൂടി ഉണ്ടാകുമ്പോൾ അതാണ് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഒരു എസ് ഓർണോ എന്നുള്ള ലെവലിലോട്ട് എത്തി. ഒന്നിക്ക് നിൽക്കുക അല്ലെങ്കിൽ പോവുക എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തിയപ്പോ രണ്ടുപേരും, ഈവൻ ഞാൻ കണ്ടത് ഒരു 2 മില്യൺ എങ്ങാണ്ട് ഇൻക്രീസ് ആണ് ഈ ഒരു ലാസ്റ്റ് ടോക്സിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ആ ഒരു ഇൻക്രീസിന്റെ പുറത്താണ് പുള്ളി ഓക്കെ പറഞ്ഞത്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ കൊർട്ടഗാനും ഓൺസ്റ്റീനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡൺ ആയി, ഇനി ജസ്റ്റ് അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ, സൈൻ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മേ ബി ഒരു 5 ഇയർ ഡീലായിരിക്കും. അതെ, ആക്ച്വലി അവരുടെ ഏജൻസ് അവർ ചെയ്യേണ്ട പണിയെടുത്തു. അതിനപ്പോ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല, തെറ്റ് പറയാനും പറ്റില്ല. അതെ, അവര് ബേസിക്കലി എംബാപ്പയുടെ ഡീല് അവര് കണ്ടു. അപ്പൊ വിനീഷ്യസ് ഓൾസോ ഡിസേർവ് സംതിങ് മോർ. അതിനുവേണ്ടി പണി അവരെടുത്തു. അവർ ആഴ്സണലിനെ നന്നായി ഉപയോഗിച്ചു എന്ന് വേണം പറയാം അല്ലെ? ശരിക്കും അവരുടെ ആഴ്സണലിന്റെ ഓഫർ കാണിച്ചിട്ട് അവര് നെഗോഷിയേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ആക്ച്വലി അത് മാത്രമല്ല, ആക്ച്വലി അവർ പ്ലാൻഡ് ആയിരുന്നു. കാരണം വിനീഷ്യസിന്റെ, മിലിറ്റാവോ, റോഡ്രിഗോ ഈ 3 പ്ലേയേഴ്സിന്റെയും ലാസ്റ്റ് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഒരേ ടൈമിലായിരുന്നു. അപ്പൊ ഈ റോഡ്രിഗോയും മിലിറ്റാവും 2029 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. വിനീഷ്യസ് 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ അവർ പ്ലാൻഡ് ആയിരുന്നു. ഈ നെക്സ്റ്റ് എക്സ്റ്റൻഷൻ വളരെ ക്രൂഷ്യലാണ്. പുള്ളിയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആണിത്. കാരണം അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഏത് രീതി. പ്രത്യേകിച്ച് റയൽ മാഡ്രിഡൊക്കെ ഒരു 30+ കഴിഞ്ഞ ഒരു പ്ലെയറിനൊന്നും പിന്നെ കാര്യമായി ഇമ്പ്രൂവ്മെന്റ് ഒന്നും കൊടുക്കില്ല. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ വരെ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പുള്ളിയുടെ ഒരു ക്രൂഷ്യൽ മൊമെന്റ് ആണ്, ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷന്റെ ടൈം. അപ്പൊ പുള്ളി ആ സമയത്ത് തന്നെ മിലിറ്റാവോയും അതുപോലെ ഈ പറയുന്ന റോഡ്രിഗോയും വെച്ച് 2 വർഷം കുറച്ചാണ് പുള്ളി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോ ഈ 5 വർഷത്തിന്റെ ഇടയിൽ പുള്ളിയുടെ പെർഫോമൻസ് വളരെ രീതിയിൽ ഡെവലപ്പ് ആവുമെന്നും അത് വെച്ചിട്ട് പുള്ളിക്ക് നെഗോഷിയേറ്റ് ചെയ്യാന്ന് അവർ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് പുള്ളി ഡെവലപ്പ് ചെയ്തു കേട്ടോ. കാരണം 2 ചാമ്പ്യൻസ് ലീഗ് ഈ ഒരു ടൈമിൽ അടിച്ചു. അതില് നിർണായകമായിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ലിവർപൂൾ ഫാൻസിനൊക്കെ അറിയാലോ, ആ ലിവർപൂൾ മാച്ചിലൊക്കെ പുള്ളിയാണ് അന്ന് ഗോൾ അടിച്ചത്. പിന്നെ 2 ഫൈനലിലും പുള്ളി ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി കഴിഞ്ഞ ലാസ്റ്റ് അടിച്ച ചാമ്പ്യൻസ് ലീഗിന്റെ 2 സെമിഫൈനലിന്റെ 2 പാദത്തിലും ബയൺ മ്യൂണിക്കേറ്റ് പുള്ളി മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. അപ്പൊ ആ ഒരു പെർഫോമൻസ് പുള്ളി കാഴ്ചവെച്ചു. നോക്കൌട്ട് സ്റ്റേജിൽ ഒരു ബിഗ് പ്ലെയർ ആണ്. റയൽ മാഡ്രിഡിനെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച, ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ ബ്രസീലിയൻ പ്ലെയർ ആണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് പുള്ളി ലാസ്റ്റ് അച്ചീവ് ചെയ്തു. പിന്നെ ഒരു ബാലൻഡിയോർ ഷൗട്ട് ചെയ്തു, ഒരു ഫിഫ ബെസ്റ്റ് ആയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്ലെയർക്ക് സ്വാഭാവികമായിട്ട് ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അച്ചീവ്മെന്റ്സ് ആവശ്യപ്പെടും. അത് പുള്ളി അത് മുൻകൂട്ടി
കണ്ടു, അതിനനുസരിച്ച് ആ സമയത്ത് തന്നെ പ്രവർത്തിച്ചു. പുള്ളിയുടെ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു മറ്റേ ഏജൻസ് ആയിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്, റോക്ക് നാഷൻസിനെ പോലെ. അത് അവര് യൂട്ടിലൈസ് ചെയ്തു, നെഗോഷിയേറ്റ് ചെയ്തു, അവരത് നേടിയെടുത്തു. അതിലിപ്പോ നമുക്ക് പുള്ളിനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു പക്ഷേ റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിൽ റയൽ മാഡ്രിഡ് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടുള്ള ആദ്യത്തെ പ്ലെയർ ആയിരിക്കും വിനീഷ്യസ്. ക്രിസ്ത്യാനോ റൊണാൾഡോയോട് പോലും. അതെ, കാരണം പെരേസ് വേണം എന്ന് പറഞ്ഞു, പെരേസിന് നിർബന്ധമാണ് പ്ലെയർ. മൊറീന്യോ പറഞ്ഞു. ആകെ ഉണ്ടായിരുന്ന ഈ ഒരു ടേംസിന്റെ ബേസിസിലായിരുന്നു തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാർക്കറ്റിൽ വിനിയ ഒരു പ്ലെയറെ മേടിക്കണമെങ്കിൽ 200-250 മില്യൺ ആവും. കാരണം അതാണ് റേറ്റ്. അപ്പൊ അതിനെക്കാട്ടും ബെറ്റർ ആണ് ഉള്ള പ്ലെയറെ നല്ല ഡീല് എന്താ വെച്ചാൽ കൊടുത്തിട്ട്. ഫുട്ബോൾ ഒരുപാട് മാറി. പണ്ടത്തെ മെഡ്രിഡ്, പണ്ടത്തെ പെരേസ് ഇത് ചെയ്യില്ലായിരുന്നു. കറക്റ്റാണ് അനീസ് പറഞ്ഞത്. എന്തായാലും നമുക്ക് വൈഡർ ഡിസ്കഷനിലേക്ക് വരാം. മോബിനെയും ഗണേശനെ ഇൻവൈറ്റ് ചെയ്യാം. എനിക്ക് ചോദിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജോസെ മൊറീനിയോ തിരിച്ചു വന്നിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, ഇനീഷ്യൽ ഫീലിങ്സ് ജോസെ മൊറീനിയോടൊരു തിരിച്ചു വരവ്? എന്റെ അടുത്താണോ? അതെ 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 അതെ. ജോസെ മൊറീനിയോ ഇവൻ കഴിഞ്ഞ സീസണിൽ ഷാബി അലോൺസോയെ സൈൻ ചെയ്ത സമയത്ത്, ആഞ്ചലോട്ടി പോയ സമയത്ത്, ഇനി ഇതുപോലെ ഒരു മാനേജറിലോട്ട് മാഡ്രിഡ് തിരിച്ചു പോകുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം അഞ്ചലോട്ടിയോട് കൂടി ആ ഒരു യുഗം അവസാനിച്ചു. ആ ഒരു പഴയ ടൈപ്പ് ഓഫ് മാനേജ്മെന്റ്, ആ ഒരു മാൻ മാനേജ്മെന്റ് എന്നുള്ള പരിപാടി മാഡ്രിഡ് നിർത്തിയിട്ട് ഒരു സിസ്റ്റം മാനേജ്മെന്റിലോട്ട് വരികയാണെന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു ആക്ച്വലി ഒരു ഷാബി അലോൺസോ സൈനിങ്ങിലൂടെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അത് വർക്കായില്ല. അത് വർക്കായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ഒരു സിസ്റ്റം മാനേജ്മെന്റ് എന്നുള്ള ഒരു പരിപാടി ഷാബി അലോൺസോയിലൂടെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അത് ഈവൻ മോഡേൺ ഫുട്ബോൾ അത്തരത്തിലാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അത് പക്ഷെ അത് മാഡ്രിഡിൽ വർക്കായില്ല. ഈ പറയുന്ന ബിഗ് ഈഗോസിനെ മാനേജ് ചെയ്യാൻ പുള്ളി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. പ്ലെയേഴ്സ് 2 ബ്ലോക്കായി. ഷാബി ബ്ലോക്കും എംബാപ്പെ വിനി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബ്ലോക്കായി മാറി. സോ അത് റിസൾട്ടിനെ ബാധിച്ചു. ഒരു ടൈമിൽ ബാഴ്സലോണയായിട്ട് 7-8 പോയിന്റിന്റെ അഡ്വാൻറ്റേജിൽ ലീഗ് അടിക്കുന്നുള്ള ലെവലിൽ മാഡ്രിഡ് പോയതാണ്. എൽ ക്ലാസിക്കോ ഒക്കെ ജയിച്ചതാണ്. പക്ഷെ ആ എൽ ക്ലാസിക്കോയിൽ ആ വിനീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് വലിയൊരു വിവാദമായി മാറി. പിന്നെ അതിനുശേഷം അങ്ങോട്ട് ഡ്രസ്സിംഗ് റൂം കയ്യിൽ നിന്ന് പോയി. ലാസ്റ്റ് ഷാബിനെ സാക്ക് ചെയ്തു, അർബലോവിനെ കൊണ്ടുവന്നു. അർബലോ അത്ര ഒരു മോശം മാനേജർ അല്ല ശരിക്കും ഞാൻ കണ്ടുകൊടുത്തോളാം. പക്ഷേ പുള്ളിക്കും ഈ പറഞ്ഞ പോലെ പുള്ളി വന്നപ്പോഴത്തിന് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിരുന്നു. പിന്നെ പുള്ളിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. പുള്ളി തോൽവിയെ ന്യായീകരിച്ചിട്ട് പുള്ളിയാണ് അതിന്റെ കാരണക്കാരൻ ഏറ്റെടുക്കുന്നു. പ്ലേയേഴ്സിനെ ചുമ്മാ ന്യായീകരിക്കുന്നു. പിന്നെ പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നു, പ്ലേയേഴ്സ് എന്തൊക്കെയോ ചെയ്യുന്നു, കളി അങ്ങനെ പോകുന്നു, ചിലത് ജയിക്കുന്നു, ചിലത് തോൽക്കുന്നു, അങ്ങനെ പോകുന്നു, സീസൺ അവസാനിക്കുന്നു. ഇതാണ് ലാസ്റ്റ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അപ്പൊ അർബലോ എന്തായാലും മാറുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം പുള്ളി ഒരു ഷോർട്ട് ടൈം മാനേജറായിട്ട് വന്നതാണ്. പിന്നെ ആരെ കൊണ്ടുവരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. യുർഗൻ ക്ലോപ്പുമായിട്ട് കുറെ ഡിസ്കഷൻസ് നടത്തി. പക്ഷെ ഞാനൊക്കെ അപ്പോഴും ചിന്തിച്ചിരുന്നു ഈ ഷാബി അലോൺസോ വർക്ക് ആവാത്തോടത്തേക്ക് യുർഗൻ ക്ലോപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ വർക്ക് ആവുമോ. പിന്നെ യുർഗൻ ക്ലോപ്പിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, പ്ലേയേഴ്സ് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ടെന്ന് മാത്രം. അല്ലാതെ യുർഗൻ ക്ലോപ്പിന്റെ ഗഗൻ പ്രസിംഗ് ഒന്നും മാഡ്രിഡിന്റെ ആ പ്ലേയേഴ്സിന്റെ അടുത്ത് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ആ രീതിയിൽ വർക്ക് ലോഡ് എടുക്കില്ല. അവരുടെ ഒരു സിസ്റ്റത്തിൽ നിൽക്കുള്ളൂ. കാരണം അവർ ആ ലെവലിൽ ഒരു സൂപ്പർ സ്റ്റാർ വാല്യൂ ഉള്ള എംബാപ്പയും വിനീഷ്യസും ബെല്ലിങ്ങാമൊന്നും ബെല്ലിങ്ങാമൊക്കെ വർക്ക് ലോഡ് എടുക്കുമായിരിക്കും. പക്ഷെ ഈ പറഞ്ഞവരൊന്നും എടുക്കൂല. കാരണം പിന്നെ പ്ലേയേഴ്സിനെ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അപ്പോ അത് എനിക്ക് തോന്നുന്നു ക്രോപ്പ് വരെ അത് മുൻകൂട്ടി കണ്ടിട്ടെന്നും തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു ട്രാൻസ്ഫർ നടക്കാതിരുന്നത്. പിന്നെ ഈ മൊറീഞ്ഞോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കയറി വന്നത്. കാരണം വേറെ ആരും എന്നുള്ളൊരു ചോദ്യം, വീണ്ടും നമ്മൾ പഴയ മാൻ മാനേജ്മെന്റ് പരിപാടിയിലോട്ട് തന്നെ തിരിച്ചു പോവാം. പ്ലേയേഴ്സിനെ ഒന്ന് അച്ചടക്കവും ചിട്ടയും ഒക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ഇന്ന് ഫീൽഡിലുള്ള ഒരു മാനേജർ. ഇപ്പൊ ആഞ്ചലോട്ടി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് മൊറീഞ്ഞോ ആണ്. പക്ഷെ മൊറീഞ്ഞോന്റെ ടാക്ടിക്സ് എന്ന് പറയുന്നത് ആ ഓൾഡ് സ്കൂൾ പരിപാടിയാണ്. അത് സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ ആണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം റയൽ മാഡ്രിഡിന് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ. അവര് ഈ ട്രോഫീസ് ഒക്കെ അടിക്കല് ആ ഒരു പരിപാടിയിലൂടെയാണ്. അല്ലാതെ ഒരു സിസ്റ്റം ഫുട്ബോൾ വെച്ചിട്ട് കളിച്ചിട്ടൊന്നുമല്ല റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ഒന്നും അടിക്കാറുള്ളത് പൊതുവെ. പക്ഷെ ഇന്നത്തെ ഈവൻ ചാമ്പ്യൻസ് ലീഗിലും നോക്കൌട്ട് ടൂർണമെന്റിലും അത് വർക്ക് ആവുമായിരിക്കും. മേ ബി ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ളത് കൊണ്ടും ഈ പറയുന്ന സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടറിൽ ഓടി പിടിക്കാൻ പറ്റുന്ന എംബാപ്പയും ഇപ്പൊ ആൻഡിയോമോണ്ട അതുപോലെ വിനീഷ്യസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോ ആ പരിപാടി നടക്കുമെന്ന് വിചാരിക്കും. പക്ഷെ ലീഗിൽ അത് എനിക്ക് തോന്നുന്നില്ല അത് വർക്ക് ആവുന്നു. കുറെ ഡ്രോ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഹ്യൂമിലിയേഷൻ ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും, ചെറിയ തോൽവിയൊക്കെ ആണെങ്കിലും. പിന്നെ കുറെ ഡ്രോകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ലീഗിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ആവും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഇനി മൊറീഞ്ഞോ മാറുമെന്ന് അറിയില്ല. ഒരു പക്ഷെ മൊറീഞ്ഞോ സ്റ്റാർട്ടിങ്ങിലൊക്കെ മാറാൻ ശ്രമിച്ചേക്കാം. പക്ഷെ വീണ്ടും പഴയ സിസ്റ്റത്തിലോട്ട് വീണ്ടും പോവേണ്ടിയും വരും. കാരണം റിസൾട്ട് വരാത്തുമ്പോ ഒരു പക്ഷെ മൊറീഞ്ഞോന്റെ ഒരു ലാസ്റ്റ് ബിഗ് ക്ലബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. റയൽ മാഡ്രിഡ് ജോബ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബിഗ് ക്ലബിലോട്ട് മൊറീഞ്ഞോക്ക് ഇനി ഒരു ഹോപ്പ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു അനീസ് പറഞ്ഞ ഒരു പോയിന്റ് ആണല്ലോ പിന്നെ ശരിക്കും. അതായത് ആൻസലോട്ടി കഴിഞ്ഞാല് ഈ
ബിഗ് ഈഗോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാനേജർ മൊറീനിയോ മാത്രമേ എനിക്ക് ആലോചിച്ചിട്ടുള്ളൂ. ക്ലോപ്പിനെ കൊണ്ട് അത് സാധിക്കും എനിക്ക് തോന്നുന്നില്ല. ക്ലോപ്പിന്റെ ഒരു ഡിസിപ്ലിനോ അല്ലെങ്കിൽ ആ ഒരു വർക്ക് എത്തിക്കോ റയൽ മാഡ്രിഡ് പോലൊരു ക്ലബില് പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഈ ടീമിനെ ഒരു ടീമാക്കി മാറ്റുക എന്നുള്ളൊരു ഷോർട്ട് ഗോളാണെന്ന് തോന്നുന്നു മൊറീനിയോന് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനൊരു അച്ചടക്കം. കാരണം ഈ സമ്മറിലെ സൈനിങ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു ഒരു പുതിയ ടീം സെറ്റ് ആക്കുക, സ്ഥലം വിടാം, അതായിരിക്കും തോന്നുന്നു ലോബിനെ. സോ ഇതിൽ തന്നെ ഇപ്പൊ നമ്മള് മൊറീനിയോ നമ്മളെ എപ്പോഴൊക്കെയോ ആയിട്ട് പറയുന്നുണ്ട് മൊറീനിയോയുടെ അടുത്ത ജോബ് എന്ന് പറയുന്നത് മിക്കവാറും പോർച്ചുഗൽ മാനേജർ ആയിരിക്കും. അതായത് ക്ലബ് കരിയർ കഴിഞ്ഞു, ഹി വൺ ഇറ്റ് ഓൾ, പോയ എല്ലാ സ്ഥലത്തും സീരിയൽ വിന്നർ ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. അഗൈൻ ഹിസ് അവരുടെ മൂപ്പരുടെ ടാക്ടിക്സ് പലർക്കും രണ്ട് തട്ടിലാണ്. ചിലർക്ക് അത് വലിയ താല്പര്യമില്ല, കുറച്ച് നെഗറ്റീവ് ഫുട്ബോൾ എന്ന് പറയപ്പെടുന്ന രീതിയിൽ കളിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. അത് വേറെ അഭിപ്രായമാണ്. ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നത് വെച്ചാൽ മൂപ്പർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ മൂപ്പരാണ് ബോസ്. ഞാൻ പറയുന്നത് കേട്ട് നിൽക്കുകയാണ് നിങ്ങൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോളാം. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് മൂപ്പരുള്ളത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം എക്സ്പെഷ്യലി കഴിഞ്ഞ സീസണിൽ നടന്ന എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് കഥകൾ മുഴുവൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡിന് അല്ലെങ്കിൽ പെരസിന് അവരെ നിലക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതല്ലാണ്ട് വേറെ വഴിയില്ല. ഇത് ആ ഒരു പ്ലാനിലാണ് ഇപ്പൊ വരുന്നത്. പക്ഷെ മൊറീനിയോ എവിടൊക്കെ പോയിട്ടുണ്ടോ മാക്സിമം 2 വർഷം മാത്രമേ ഒരു മര്യാദക്ക് ഉണ്ടാവും. അപ്പോഴേക്കും ഒന്നെങ്കിൽ മൊറീനിയോ പെരസായിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊറീനിയോ പ്ലേയേഴ്സ് ആയിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ രണ്ടിലേക്കും ഒന്ന് നടക്കും. അപ്പം അപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് സൊല്യൂഷൻ മാത്രമാണ്. അനീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റയൽ മാഡ്രിഡ് ഇസ് എന്താ പറയാ ഒരു ഗലാറ്റിക്കോ ആണ്. ഈവൻ അവർ ഗലാറ്റിക്കോ ആയിട്ട് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് യു ആർ പ്ലേയിങ് ഫോർ റയൽ മാഡ്രിഡ്. എന്താ പറയാ ഒരു ക്ലബ് ഫുട്ബോളിന്റെ പിന്നക്കളാണ്. ബാർസ പ്രോബബ്ലി മൈറ്റ് വിൻ മോർ ട്രോഫീസ്, മേ ബി എന്തെങ്കിലും ആവാം ഈ റീസെന്റ് കുറച്ച് കാലത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അപ്പോഴും വെൻ യു സൈൻ ഫോർ മാഡ്രിഡ് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആണ്. ബാർസയിൽ പോയാൽ യു ആർ എന്താ പറയാ അഗൈൻ ഇതൊക്കെ ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണെങ്കിലും യു പ്ലേ എ ബെറ്റർ സിസ്റ്റം എന്നൊക്കെ പറയാം. ബട്ട് വെൻ യു സൈൻ ഫോർ മാഡ്രിഡ് യു ആർ എ സൂപ്പർ സ്റ്റാർ ബൈ ഡിഫോൾട്ട്. ഹിറ്റ് ആയാലും ഫ്ലോപ്പ് ആയാലും യു ആർ എ സൂപ്പർ സ്റ്റാർ. സോ ആ ഒരു സാധനം പ്ലേയേഴ്സിന് ഓട്ടോമാറ്റിക്കലി വരും. അതായത് ഞാൻ റയൽ മാഡ്രിഡ് എന്ന ക്ലബിലാണ്, ഞാനപ്പോ എനിക്ക് തോന്നുന്ന രീതിയിൽ എന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഇതാണെന്നല്ല, എല്ലാവർക്കും സ്വന്തമായ അജണ്ട ഉള്ള പോലെ. ഞാനൊരു എംബാപ്പേനെ സംബന്ധിച്ചോളം തന്നെ നമ്മൾ എപ്പോഴും പറയലുണ്ട്, എംബാപ്പേനോട് നീ എവിടെ കളിക്കുന്നത് വെച്ചാൽ എനിക്ക് ലെഫ്റ്റിൽ കളിക്കണം എന്ന് അറിയും. വിനീഷ്യസിനോട് വെച്ചാൽ വിനീഷ്യസ് പറയും ലെഫ്റ്റ് കളിക്കണമെന്ന്. എന്തിന് റോഡ്രിഗോനോട് ചോദിച്ചപ്പോൾ റോഡ്രിഗോ വരെ പറഞ്ഞു എനിക്ക് ലെഫ്റ്റിൽ കളിക്കണമെന്ന്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ലെസർ ആ 3 ലെസർ സ്റ്റാർ ആരാണോ അവര് കോംപ്രമൈസ് ചെയ്ത് പോകുന്നു. വിനീഷ്യസിന് സെന്ററിൽ കളിക്കാൻ പറ്റാത്തത് കൊണ്ട് എംബാപ്പെ കളിക്കേണ്ടി വരുന്നു. ആ ഒരു കോംപ്രമൈസ് അവർ തമ്മിൽ ചെയ്യേണ്ടി വരുന്നതാണ്. അല്ല എനിക്ക് തോന്നുന്നു ആ ഒരു കോംപ്രമൈസ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന മാനേജേഴ്സ് കുറവാണ്. അവിടെയാണ് മൊറീനിയോ എന്നൊരാള് അവിടെ വരുന്നത്. കാരണം മൊറീനിയോന് അനീസ് പറഞ്ഞ പോലെ ആ റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. മൊറീനിയോന് പിന്നെ അനീസ് എനിക്ക് കൃത്യമായി എനിക്ക് അറിയില്ല, അനീസിന് ക്ലാരിറ്റി ഉണ്ടാവും. മൊറീനിയോ മാഡ്രിഡിൽ നിന്ന് സാക്ക് ആയതല്ല അല്ലെ, മ്യൂച്വലി പോയതാ. അതാണ് പെരേസ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതായത് ഇതുവരെ മൊറീനിയോ മ്യൂച്വലി പോയതാണ്. സോ തിരിച്ചു വരുന്നതിന് അതിനൊരു ബുദ്ധിമുട്ടില്ല അവർക്ക്. അതായത് അറ്റ് സം പോയിന്റ് ഹി വാസ് സപ്പോസ് ടു കം ബാക്ക്. അതെ മൊറീനിയോ ഫ്ലോറന്റീനോ പെരസുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഈവൻ ഇവിടുന്ന് പോയതിനു ശേഷം നല്ല ടേംസിലായിരുന്നു. ഇടക്കിടക്ക് മാഡ്രിഡിൽ വരലും പുള്ളിയെ മീറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ പുള്ളി ഒരു മാഡ്രിഡിനോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇവിടുന്ന് പോയതിനു ശേഷവും പുള്ളി അത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇപ്പൊ ബെൻഫീക്ക റയൽ മാഡ്രിഡ് മാച്ചിലൊക്കെ പുള്ളി പറഞ്ഞ പോലോട്ട് വരിക എന്നൊക്കെ പറയുന്നത് എനിക്ക് ആ ഒരു പഴയ ഫീലിംഗ് ആണെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മൊറീനിയോ അവിടെ ഈവൻ കാർലോ ആൻചെലോട്ടിയും സിനദീൻ സിദാനും അവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം ഈവൻ മൊറീനിയോ ഉണ്ടാക്കിയ ഫൗണ്ടേഷൻ ആണെന്നാണ് ആ ഒരു മാഡ്രിഡ് അവര് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ റയൽ മാഡ്രിഡിന്റെ ബോർഡൊക്കെ ആ രീതിയിൽ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ആ ഒരു ലാഡസിമ അടിച്ചത് തൊട്ട് ഇപ്പൊ അതിനുശേഷം സിദാൻ വന്ന് 3 പീറ്റ് അടിച്ചതെല്ലാം മൊറീനിയോ ഉണ്ടാക്കിയ ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു അവിടെ. ആ ഒരു സിസ്റ്റം, അതായത് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന ഒരു കോർ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ ആ പ്ലേയേഴ്സ് നല്ല രീതിയിൽ അവരുടെ പ്രൈമിൽ കളിച്ചപ്പോഴാണ് മാഡ്രിഡ് ലാസ്റ്റ് ഒരു 10 വർഷത്തിൽ ഒരു 5 ചാമ്പ്യൻസ് ലീഗ് അടിച്ചു എന്നുള്ള ആ ഒരു ലെവലിലോട്ട് വന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം വീണ്ടും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി
മൊറീഞ്ഞോനെ കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ലോങ് ടേം എന്തായാലും ഒരു പ്ലാൻ ഇല്ല. 1-2 വർഷം അല്ലെങ്കിൽ 1 വർഷം ചിലപ്പോൾ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ പുള്ളിയെ മാറ്റേണ്ടി വരും. ഈവൻ മൊറീഞ്ഞോ ഇല്ലെങ്കിൽ പിന്നെ ആരാന്ന് പെരസിന് മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് സിനദീൻ സിദാൻ ആയിരുന്നു. പക്ഷെ സിനദീൻ സിദാൻ ഇതുപോലെ റെസ്പെക്ട് കിട്ടാനുള്ള ഒരു മാനേജറാണ്. ഈവൻ പ്ലേയേഴ്സ് എല്ലാം റെസ്പെക്ട് ചെയ്യും. ഈവൻ ഏത് ബിഗ് പ്ലെയർ ആണെങ്കിലും സിദാനെ എതിരെ അപമര്യാദയായിട്ടൊന്നും പെരുമാറാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സിദാൻ അത്തരത്തിലുള്ള ഒരു പ്ലെയർ, ഒരു പ്രൊഫൈലാണ്. സോ പുള്ളിയുടെ പക്ഷെ ഡ്രീം ഫ്രാൻസ് ജോബ് ആയതുകൊണ്ട് അതിനെ ക്ലബ്ബ് റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് 5 വർഷമായിട്ട് പുള്ളി വെയിറ്റ് ചെയ്യാണ് ആ ഒരു ജോബിന് വേണ്ടി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും സിദാനിലോട്ട് പിന്നെ ചാൻസ് ഇല്ല. പിന്നെയുള്ള ഒരേ ഒരു ഓപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന മൊറീഞ്ഞോ മാത്രമാണ്. അതുകൊണ്ടായിരിക്കും ക്ലബ്ബ് അതിലോട്ട് പോയത്. മേ ബി ഒരു 1 ഇയർ, ഞാനൊരു 1 ഇയറിനപ്പുറത്തേക്ക് മൊറീഞ്ഞോ ഇവിടെ സ്റ്റേ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളി ഇവിടുന്ന് പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അത് അതിനുശേഷം ഇനി ആര് വരും എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള അത്തരം മാഡ്രിഡ് പോലത്തെ ഒരു ക്ലബിന് പറ്റുന്ന രീതിയിലുള്ള ഒരു മാനേജർ ഒന്നും ഇവിടെ ഇല്ല. വളരെ ആഗ്രഹിച്ചു വന്ന ഒരു മാഡ്രിഡിസ്റ്റ് ആയിട്ടുള്ള ഷാബി അലോൺസോ ഇവിടുന്ന് പോയി. അപ്പോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ വേറെ ആർക്കും അത് ഇവിടെ നിന്ന് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ അവര് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് നിലവിൽ എനിക്കിപ്പോ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ ഒരാളെ പേര് ഗണേശ. അതായത് ഫുട്ബോള് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പം എല്ലാ ടീമും ടെംപ്ലേറ്റ് മാനേജറിലേക്ക് മാറിയിരിക്കുന്നു. അതായത് എല്ലാവർക്കും ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഉണ്ട്, എല്ലാവർക്കും അവരുടെ രീതിയുണ്ട്. ഇപ്പൊ നമ്മൾ ലിവർപൂളിൽ കണ്ടു, സ്ലോട്ട് വന്നു പോയി, ഇറയോള ഹിസ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, മെറസ്കയ്ക്ക് അയാളുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു ഓരോ മാനേജേഴ്സും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫെർഗ്യൂസൺ അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള മാനേജേഴ്സിന്റെ, അതായത് നമ്മളൊരു ടീം ഉണ്ടാക്കുന്നു, അതിലെ ടീമിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുന്ന പരിപാടി ഇപ്പം കുറഞ്ഞു വരുന്നു. അവിടെയാണ് മെഡ്രിഡ് ഇപ്പൊ മനീസ് പറഞ്ഞ പോലെ ഒരു പുതിയൊരു മാനേജറിനെ കണ്ടെത്താനുള്ള സ്ട്രഗിൾ വരുന്നത് അല്ലേ? തീർച്ചയായും. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, മൂപ്പര് വന്നിട്ട് അവിടുത്തെ ഈ ഡിസിപ്ലിൻ, ഈ ഒരു ചട്ടം കൊണ്ടുവരുമോ, അത് അല്ലെങ്കിൽ മൂപ്പരുടെ പഴയ ഒരു ഇന്റൻസിറ്റി ഫുട്ബോള് ചെൽസിയിലൊക്കെ കളിക്കുമ്പോൾ കളിച്ച് ഡ്രോഗ്ബയുടെ ടൈമിലൊക്കെ ഉള്ള ആ ഒരു പ്ലേയിങ് സ്റ്റൈല് കളിക്കുകയോ, അല്ലെങ്കിൽ മൂപ്പര് ഇപ്പൊ AS റോമയിലും ബെൻഫിക്കയിലൊക്കെ കളിച്ച ആ ഒരു സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ ആ ഒരു രീതിയിൽ ഫുട്ബോൾ കളിക്കുകയോ. പിന്നെ വരുന്നത് ഒരു പ്രഷറാണ്. ബാക്ക് ടു ബാക്ക് ട്രോഫിയിലെ സീസൺ ആയിരുന്നു. അപ്പോ റിയൽ മാഡ്രിഡ് പോലുള്ള ഒരു ക്ലബ്ബ് ഒരു സീസണിൽ ഒരു ട്രോഫി പോലും അടിക്കാതെ ഇരിക്കുന്നത് വലിയൊരു ഫോൾട്ടാണ്. അപ്പോ മൂപ്പരുടെ ജോബ് തന്നെ പ്രഷറിലാണ്. അപ്പൊ ആ ഒരു പ്രഷർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് മൊറീഞ്ഞോ പോലുള്ള ഒരു നമ്മൾ ഒരു ഡാഡി ഫിഗർ എന്ന് പറയും. സോ ആ ഒരു ഫിഗർ ആയിട്ടുള്ള ഒരു മാനേജറിന് മാത്രമേ പറ്റുള്ളൂ. ബാക്കിയുള്ള ഈ ചെറുപ്പക്കാർക്കൊന്നും ഇതൊന്നും പറ്റില്ല. പിന്നെ മെഡ്രിഡ് പോലുള്ള വലിയൊരു ക്ലബില് ഈ ഒരു യങ്സ്റ്ററിനെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു മാനേജറിനെ അവരെന്തായാലും ട്രൈ ചെയ്യില്ല. അതായത് അവിടെ എന്താ പറയാ, കളിപ്പിച്ച് അവനെ പഠിപ്പിച്ചെടുക്കാനുള്ള സമയമൊന്നും അവിടെ ഇല്ല. വന്നു കഴിഞ്ഞാൽ ട്രോഫി ഉണ്ടാവണം, ഏതെങ്കിലും ഒരു ട്രോഫി, ലൈക്ക് ഇറ്റ് ബി കോപ്പ ഡെൽ റേ, ചാമ്പ്യൻസ് ലീഗ് ഓർ ലാ ലീഗ, എന്തെങ്കിലും ഒരു ട്രോഫി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്റ്റാർ മാനേജ്മെന്റ്, ഞാൻ മാൻ മാനേജ്മെന്റ് ഞാൻ പറയുന്നില്ല, മാൻ മാനേജ്മെന്റ് വന്ന് ദാറ്റ് ഡസന്റ് സ്യൂട്ട് റിയൽ മാഡ്രിഡ് അറ്റാവും. അപ്പൊ ഈ സ്റ്റാർ മാനേജ്മെന്റ് ആണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സാബി അലോൻസോ പോയത്. അപ്പോ അവരെ കൊണ്ട് ഈ ട്രെയിനിങ് ഡ്രിൽസ് ഒക്കെ ചെയ്യിപ്പിക്കുക, ട്രാക്ക് ബാക്ക് ചെയ്യിക്കുക, ഇതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ ചെയ്തു കഴിഞ്ഞാൽ ചില പ്ലേയേഴ്സിന് അതിന് എതിരഭിപ്രായം ഉണ്ടാവും, പ്രത്യേകിച്ച് എംബാപ്പെ, വിനീഷ്യസ് പോലുള്ള ആൾക്കാർ. അപ്പോ നമ്മള് മൊറീനോയുടെ പ്ലേയിങ് സ്റ്റൈൽ, വൺ ഓഫ് ദ പ്ലേയിങ് സ്റ്റൈൽ പറയുന്നത് സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ ആണ്. ആസ് എ ഹോൾ ടീം നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. അപ്പോ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് ഈ സ്റ്റാർ പ്ലേയേഴ്സ് ഒക്കെ ആ ഒരു ടാക്ടിക്സിൽ ഇൻവോൾവ് ചെയ്തിട്ട് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ കൊടുക്കാൻ എന്താ പറയാ, അവർക്ക് താല്പര്യം ഉണ്ടാവോ, അതോ അവർക്ക് പഴയ രീതിയിൽ തന്നെ, അതായത് റിയൽ മാഡ്രിഡ് വേ ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവന്മാര് ഒരു മാനേജർ വന്നിട്ട് ലൈക്ക് ദ ബിഹേവിയർ സൈഡ് മാത്രം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് അറിയുന്ന ഒരു ഫുട്ബോൾ, ലൈക്ക് വൺ മാൻ ഷോ പോലെയുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് പല കളി അങ്ങനെ ജയിച്ചിട്ടുണ്ട്, പല ട്രോഫികളും ജയിച്ചിട്ടുണ്ട്. അവരുടെ പാട്ടിന് വിടുക, ലൈക്ക് ടാക്ടിക്സ് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ പാട്ടിന് വിടുക, ആ ഗെയിമിനനുസരിച്ച് അവര് ഇവോൾവ് ആയിട്ട് റിസൾട്ട് കൊണ്ടുവരും. അപ്പോ എന്റെ ചോദ്യം എന്താ കഴിഞ്ഞാൽ, ഈ സ്റ്റാർ മാനേജ്മെന്റിന് പോയിട്ട്
ഈ പ്ലേയേഴ്സ് ഒക്കെ മൊറീഞ്ഞോയുടെ ആ ഒരു ടാക്ടിക്സിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അതന്നെ. എനിക്ക് തോന്നുന്നു ആൻസലോട്ടി കുറെയൊക്കെ ചെയ്തത് അതാണല്ലോ അനീസെ. അതായത് അതെ അതെ പ്ലേയേഴ്സ് നിങ്ങൾ ആയിക്കോളൂ, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് സോൾവ് ആക്കി തരാം അതെ എന്നുള്ള അതെ രീതിയിലാണ്. എനിക്ക് മൊറീനിയോ അതിലേക്ക് വരുമോ, അതാണ് ഗണേശൻ ചോദിച്ചത്. മൊറീനിയോ അതിലേക്ക് വരുമോ, അതോ മൊറീനിയോ പഴയ മൊറീനിയോ പോലെ അയാളുടെ ഒരു ചട്ടം പഠിപ്പിക്കാൻ ശ്രമിക്കുമോ? മൊറീഞ്ഞോ ആക്ച്വലി മൊറീഞ്ഞോനെ ഇപ്പോ ഞാൻ ഈ മൊറീഞ്ഞോനെ വാച്ച് ചെയ്തിട്ടുള്ള ഒരുവിധ ആളുകൾക്കറിയാം. ഇപ്പൊ പുള്ളി മാനേജ് ചെയ്ത ക്ലബിന്റെ ഫാൻസിന് പ്രത്യേകിച്ച് മൊറീഞ്ഞോ ഒരു ഓറയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മൊറീഞ്ഞോ പിച്ചിലൊരു ഓറയാണ്. ഐ മീൻ നമ്മൾ ആ ഒരു ലാസ്റ്റ് ഒരു 15 years അല്ലെങ്കിൽ 20 years ആയിട്ട് ഫുട്ബോൾ വാച്ച് ചെയ്യുന്നവർക്കറിയാം. പുള്ളി FC പോർട്ടോ വെച്ച് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, അതിനുശേഷം ഇന്റർ മിലാൻ വെച്ച് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ചെൽസി, മാഡ്രിഡ്, അതിനുശേഷം യുണൈറ്റഡ്, ടോട്ടനം, അങ്ങനെ വരികയാണെങ്കിലും മൊറീഞ്ഞോ ആ ടച്ച് ലൈനിൽ ഉണ്ടാക്കുന്ന ഒരു ഓറോ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു മാനേജർക്കും ഫുട്ബോൾ അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. കാരണം പുള്ളിയുടെ ടാക്ടിക്സ് എന്തോ ആയിക്കോട്ടെ, മറ്റേ ഹറാംബോൾ ആയിക്കോട്ടെ, സിറ്റ് ബാക്ക് ആയിക്കോട്ടെ, എന്ത് വൃത്തിയായിട്ട ടാക്ടിക്സ് ആണെങ്കിലും ഫാൻസിനും അവരുടെ ആ ഒരു കളിക്കാർക്കും മൊറീഞ്ഞോ ആ പിച്ചിന്റെ ആ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഓറയുണ്ട്. പുള്ളിയുടെ ഇമോഷൻ, പുള്ളി ചില സമയത്ത് ചെറിയ കുട്ടികളെ പോലെ ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കും. പുള്ളി ഗോൾ അടിച്ച പ്ലെയറിനേക്കാളും കൂടുതൽ ടച്ച് ലൈനിന്റെ പുറത്തുനിന്ന് സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പുള്ളി ഓടുന്നു, എന്തൊക്കെയാ പുള്ളി മറ്റേ എതിർ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമായിട്ട് പുള്ളി ഫൈറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് മാനേജറാണ്. ഇപ്പൊ അതുകൊണ്ടാണല്ലോ പുള്ളിയെ സ്പെഷ്യൽ വൺ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് പുള്ളിക്കുണ്ട്, അത് കളിക്കാർക്കും ഉണ്ട് പുള്ളിയോട്. ഈവൻ ആഞ്ചലോട്ടി കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒരു സോഫ്റ്റ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഡാഡി ഫീൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അത്ര അഗ്രസീവ് അല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു മാനേജ്മെന്റ് ആണ്. മൊറീഞ്ഞോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ആഞ്ചലോട്ടി നമുക്ക് അവനെ വിളിച്ച് സംസാരിച്ചിട്ട് കുറച്ച് ലാളിത്യത്തോടൊക്കെ വാത്സല്യത്തോടൊക്കെ പെരുമാറിയിട്ട് മൊറീഞ്ഞോ പോയി തല്ലടാ കൊല്ലടാ എന്ന് പറയുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ആണല്ലോ. ഒരാളെ അഗ്രസീവായിട്ട് പണിയെടുപ്പിക്കുന്നു, മറ്റൊരാള് വാത്സല്യത്തോടു കൂടി പണിയെടുപ്പിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സ് അത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ അതേ അഗ്രസീവ് തിരിച്ചു കാണിക്കുന്ന ഇപ്പോ റാമോസ് ഒക്കെ പണ്ട് മറീഞ്ഞോ ആയിട്ട് കുറച്ച് ഉടക്കൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട് തുടക്കത്തിലൊക്കെ. അത് റാമോസ് അത്തരത്തിൽ തിരിച്ച് അഗ്രസീവ് ആവുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ അത് ചിലപ്പോൾ അവർ രണ്ടുപേരുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. മേ ബി, അത് എത്രത്തോളം അറിയില്ല. അന്നത്തെ കാലത്ത് വന്ന റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഈ റയൽ മാഡ്രിഡ് സ്ക്വാഡില് മൊറീഞ്ഞോ ആയിട്ട് അത്ര അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നവരൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി പ്രസ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100% എംബാപ്പെ ഒന്നും പ്രസ് ചെയ്യാൻ പോകുന്നില്ല. വിനീഷ്യസ് ചിലപ്പോൾ ഒരു 50-50 പ്രസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു ഹാഫ് ഒക്കെ ചിലപ്പോൾ പ്രസ് ചെയ്തേക്കാം. സെക്കൻഡ് ഹാഫ് പ്രസ് ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ചിലപ്പോൾ പ്രസ് ചെയ്യും. പക്ഷെ എംബാപ്പെ സംബന്ധിച്ച് 100% എംബാപ്പെ പ്രസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം പുള്ളിയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അത് പുള്ളി ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഫ്രാൻസിലും നമ്മൾ കണ്ടു കഴിഞ്ഞാല് പുള്ളി അങ്ങനെയൊക്കെ തന്നെ. പുള്ളി ഇപ്പൊ ആ നമ്പർ 9 അല്ലെങ്കിൽ ആ ഒരു സെന്റർ ഫോർവേഡ് എന്നുള്ള രീതിയിലോട്ട് അഡാപ്റ്റ് ആയി. പുള്ളിക്ക് ഇനി ലെഫ്റ്റിലൊന്നും കളിക്കാൻ പറ്റൂല. കാരണം പുള്ളിയുടെ ആ ഒരു ഡ്രിബ്ലിങ്ങും അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ക്രാഷ് ചെയ്തിട്ട് ബോക്സിലോട്ട് വന്നിട്ടുള്ള പരിപാടിയൊക്കെ ഇപ്പൊ പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ആ ഒരു ഫോൾസ് 9, നമ്പർ 9 അല്ലെങ്കിൽ ലെഫ്റ്റിൽ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കറങ്ങിയിട്ട് അവിടുന്ന് എവിടുന്നാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് അതിനനുസരിച്ച് റൺസ് നടത്തിയിട്ട് പുള്ളി ഫിനിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് പുള്ളി ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ അല്ലെങ്കിൽ പുള്ളിയെ ഒരിക്കലും നമ്പർ 9 ആക്കേണ്ട ആവശ്യമില്ല. പുള്ളിയെ വേണമെങ്കിൽ ലെഫ്റ്റിൽ കളിപ്പിക്കാം, ഡംബലെ വേണമെങ്കിൽ നമ്പർ 9 ആക്കാം. അങ്ങനെ അവിടെ മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ് എല്ലാവരും. പക്ഷെ പുള്ളിയെ ദശാംശ ആണെങ്കിലും ശരി ഇപ്പോ നമ്പർ 9 ആയിട്ടാണ് വേൾഡ് കപ്പിലൊക്കെ യൂസ് ചെയ്തത്. ഇപ്പൊ ലാസ്റ്റ് റയൽ മാഡ്രിഡിൽ വന്നതിന് ശേഷം പുള്ളി നമ്പർ 9 ആയിട്ട് തന്നെ കളിച്ചിട്ടുള്ളൂ. ലെഫ്റ്റിൽ ഈവൻ വിനീഷ്യസ് ഇല്ലാത്ത മാച്ചിൽ പോലും പുള്ളിയെ ലെഫ്റ്റ് കളിപ്പിച്ചിട്ടില്ല. വിനീഷ്യസിന് സസ്പെൻഷനോ ഇഞ്ചുറി ഉള്ള സമയത്തൊക്കെ പുള്ളി നമ്പർ 9 തന്നെയാണ്. അവിടെ ഒരിക്കൽ പോലും എംബാപ്പെ അവിടെ ട്രൈ ചെയ്തിട്ടില്ല ലെഫ്റ്റില്. അപ്പൊ എംബാപ്പെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഷൂട്ട് അല്ല ആ പൊസിഷനിൽ. എംബാപ്പയുടെ ആ ഒരു സ്കില്ലുണ്ട്. ആ ഒരു PSG സമയത്ത് ആ പ്രൈം എംബാപ്പെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ലിയോണിലൊക്കെ കളിച്ചിരുന്ന സമയത്ത്, മൊണോക്കോയിൽ കളിച്ചിരുന്ന സമയത്ത് ആ ഒരു സ്കില്ലൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. അപ്പോ പുള്ളി പക്ഷെ ഒരു ഗോൾ സ്കോററാണ്, നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. കഴിഞ്ഞ സീസണിൽ പുള്ളി കളിച്ച ടൂർണമെന്റിലെല്ലാം പുള്ളി തന്നെയാണ് ടോപ്പ് സ്കോർ. ലാലിഗയിലും വേൾഡ് കപ്പിലും ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ പുള്ളി ടോപ്പ് സ്കോറാണ്. നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലെയറിനെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്റെ പണി ഗോൾ അടിക്കലാണ്, സോ ഞാൻ ഗോൾ അടിക്കുന്നുണ്ട്, ബാക്കിയുള്ള പണി ബാക്കിയുള്ളവരെ എടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തരാം. പക്ഷെ ഒരു ബോക്സ് പ്രസൻസ് ആയിട്ടുള്ള ഒരു ഏരിയൽ ത്രെട്ട് ആയിട്ടുള്ള ഒരു നമ്പർ 9 അല്ല പുള്ളി. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് പല മത്സരങ്ങളിലും മാഡ്രിഡ് ഫേസ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ്സിൽ ക്രോസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിനെ കൊണ്ട്.
പലപ്പോഴും വിങ്ങർമാർ ബോളുമായിട്ട് റൺ ചെയ്തിട്ട് ബോക്സിലോട്ട് പാസ് ചെയ്യാൻ നോക്കുമ്പോൾ ബോക്സിൽ എംബാപ്പെ ഉണ്ടാവില്ല. എംബാപ്പെ അല്പം മിഡ്ഫീൽഡിൽ നിന്നൊക്കെ കയറി വരുന്നുണ്ടാവും. കാരണം ഒരു ബോക്സ് പ്രസൻസ് ആയിട്ടുള്ള നമ്പർ 9 അല്ല. അപ്പൊ അത് പല മത്സരങ്ങളിലും റയലിനെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് റിസൾട്ടിനെ അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എംബാപ്പെ നമ്പേഴ്സ് തരുന്നത് കൊണ്ട് എംബാപ്പയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റൂല. അതാണ് മെയിൻ ഒരു പ്രശ്നം. യെസ്, അതായത് എനിക്ക് അനീസ് പറഞ്ഞിരുന്ന കിട്ടുന്നത് എംബാപ്പെ മെല്ലെ മെല്ലെ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ലെവലിലേക്ക്, ഒരു ഗോൾ സ്കോറർ എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അസസ്മെന്റ് ആണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അവരെല്ലാ മാച്ചും എംബാപ്പയുടെ കാണുന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ട്രാൻസ്ഫേഴ്സിലേക്ക് ഡീപ്പായിട്ട് വരുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ മൊറീനിയോയുടെ ഈ ടാക്ടിക്സോ അല്ലെങ്കിൽ മൊറീനിയോയുടെ പ്രസ്സിംഗ് ഒന്നും ഇവർ ചെയ്യാറില്ല. പക്ഷെ മൊറീനിയോ ടാക്ട്ഫുള്ളി കുറച്ച് പ്ലേയേഴ്സിനെ മേടിച്ചിട്ടുണ്ട്. ബെർണാഡോ സിൽവ, അതായത് മൊറീനിയോക്ക് വേണ്ടി മൊറീനിയോയുടെ പണിയെടുക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ബെർണാഡോ സിൽവ. അതേപോലെ കുക്കുറയ, അതേപോലെ ഇപ്പം വാൽവെർഡെ ആണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ മൊറീനിയോന് പറ്റിയ പ്ലെയർ ആണ്. കാരണം ഐ തിങ്ക് ഹി ക്യാൻ റൺ ഫോർ മൊറീനിയോ ഇൻ ദ മിഡ്ഫീൽഡ് ആൻഡ് കവർ ഫോർ എവ്രി വൺ. വേറെ ആരും ഓടിയില്ലെങ്കിലും അങ്ങനെ ഓടും, ആ ഒരു കാര്യം ഉണ്ട്. അതേപോലെ തന്നെ പുള്ളി ഐ തിങ്ക് പുള്ളിക്ക് പറ്റാത്ത പ്ലേയേഴ്സിനെ മെല്ലെ സൈഡ് ലൈനും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? എന്താണ് അനീസ് തോന്നുന്നത്? എനിക്ക് എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥ? നമ്മുടെ ബ്രയാം ഡിയാസ്, എൻഡ്രിക്, മസ്താൻ ടൂവനോ ഇവരൊക്കെ ഇറങ്ങാറായി അല്ലെ? ബ്രഹീം ഡിയാസിനെ ഹോൾഡ് ചെയ്യാണ്. കാരണം ബ്രഹീം ഡിയാസിന് ഓൾറെഡി ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു ഇറ്റാലിയൻ ലീഗിൽ നിന്നൊക്കെ. ഇപ്പൊ യുവന്റസ് എന്നൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, 60 മില്യന്റെ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ബ്രഹീമിന് ഇവിടെ സ്റ്റേ ചെയ്യാനാണ് താല്പര്യം. അതുപോലെ ബ്രഹീമിനെ ഒരു സ്പോട്ട് പ്ലെയർ എന്നുള്ള രീതിയിൽ ക്ലബ്ബ് ഇവിടെ ഹോൾഡ് ചെയ്യാണ്. കാരണം ബ്രഹീമിനെ കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പുള്ളി ഒരു നല്ലൊരു സ്വഭാവം, അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലെയർ ആണ്. അലമ്പുണ്ടാക്കുന്ന ഒരു പ്ലെയർ അല്ല ആക്ച്വലി. പുള്ളി ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ലെവലിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മിനിറ്റ്സ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് കൊടുത്ത പണി പുള്ളി കൊടുക്കുന്ന സമയത്ത് വന്ന് മാക്സിമം എഫേർട്ട് എടുക്കാറുണ്ട്. പിന്നെ പുള്ളി ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉള്ള നന്നായിട്ട് പ്രസ് ഒക്കെ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ലോഡ് എടുക്കും. നമ്പേഴ്സും തരും, ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ വേൾഡ് കപ്പിലൊക്കെ ഒരുപാട് അസിസ്റ്റ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. മൊറോക്കോക്ക് 4-5 അസിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ പുള്ളി അത്യാവശ്യം നമ്പേഴ്സ്, അപ്പൊ പുള്ളി ഒരു സ്ക്വാഡ് പ്ലെയർ എന്നുള്ള രീതിയിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ AMF ആയിട്ടും റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ കളിപ്പിക്കാൻ പുള്ളിക്ക് പറ്റും. രണ്ടു കൂട്ടം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ആണ്. പക്ഷെ എൻഡ്രിക്ക് സത്യത്തിൽ മിനിറ്റ്സ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ മിനിറ്റ്സ് വേണമെന്ന് വാശി പിടിക്കുന്ന പ്ലെയറാണ്. പക്ഷെ എംബാപ്പെ ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എൻഡ്രിക്കിന് മിനിറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഏരിയൽ ത്രട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ലാലിഗയിൽ നിന്ന് തന്നെ കാർലോസ് എസ്പി എന്ന് പറയുന്ന ഒരു 195 ഹൈറ്റ് ഉള്ള ഒരു സെന്റർ ഫോർവേഡിനെ ഇപ്പൊ സൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലാലിഗയിലെ എമർജിംഗ് പ്ലെയർ ഒക്കെയാണ്. പുള്ളി 13 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് 26 മാച്ചിൽ നിന്ന്. അപ്പൊ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ ആയിട്ട് പുള്ളിയെ കൊണ്ടുവന്നു. അപ്പൊ ഈ എൻഡ്രിക്കിന്റെ മിനിറ്റ്സ് നല്ല രീതിയിൽ ഇനിയിപ്പോ പ്രശ്നമാവും. അപ്പൊ എൻഡ്രിക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് വിടുന്നു, അല്ലെങ്കിൽ എൻട്രിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ലോണിലെങ്കിലും പോകണം എന്ന് ആവശ്യപ്പെടുന്നൊക്കെ ഇപ്പൊ റൂമേഴ്സ് വരുന്നുണ്ട്. മേ ബി അതിന് ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം എൻട്രിക്കിന് ഇവിടെ മിനിറ്റ്സ് കിട്ടൂല. കാരണം എൻട്രിക്സ് ലാസ്റ്റ് സീസണിൽ ലിയോണിൽ പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തതാണ്. അപ്പൊ പുള്ളി ഇനി വീണ്ടും ഇവിടെ വന്ന് ബെഞ്ചിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു കോപ്പ ഡെൽ റേ പ്ലെയർ ആയിട്ട് മാത്രം ഇരിക്കുക എന്നുള്ള രീതിയിൽ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷെ ഇവിടുന്ന് ഒരിക്കലും പോവാത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. കമവിംഗയെ ക്ലബിന് ഇരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ കമവിംഗ ഇവിടുന്ന് പോകില്ല. പുള്ളി ഇവിടെ ലക്ഷറി ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. കാരണം എല്ലാ വർഷവും ഓരോ BMW കാർ കിട്ടും. മാഡ്രിഡിൽ ലൈഫ് സ്റ്റൈൽ അടിപൊളിയാണ്. ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പുള്ളി ഇവിടെ വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകും. പുള്ളിക്ക് മിനിറ്റ്സ് ആവശ്യമില്ല, സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. പുള്ളിനെ ഇറക്കുമ്പോൾ ഇറക്കിയാൽ മതി. പുള്ളി പക്ഷെ ഇവിടുന്ന് പോകില്ല. ഡാനി സെബയോസ് അതുപോലെ ആയിരുന്നു. പക്ഷെ സെബയോസിനെ ലാസ്റ്റ് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. മെൻഡി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഊരാക്കുടുക്ക. പുള്ളിനെ ട്രാൻസ്ഫർ സമയത്ത് എല്ലാം പുള്ളിക്ക് ഇഞ്ചുറിയാ. അതുകൊണ്ട് മെഡിക്കൽ പാസ് ആവില്ല. അതുകൊണ്ട് പുള്ളിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പുള്ളി അവിടെ ലോക്കാ പുള്ളി. ഇപ്പൊ റൗൾ അസെൻസിയോനെ ഇപ്പൊ ട്രാൻസ്ഫർ ഒക്കെ വെച്ചതാ, പക്ഷെ പുള്ളിക്ക് ഇഞ്ചുറി ആയി. അപ്പൊ ഇനിയിപ്പോ പുള്ളിനെ ട്രാൻസ്ഫർ ചെയ്യും. അനീസ് ഞങ്ങളുടെ കഴിഞ്ഞ ലൈവ് കണ്ടിട്ടിരിക്കുന്നത്, ഞങ്ങള് മാഡ്രിഡിന്റെ സ്ക്വാഡ് അനലൈസ് ചെയ്യുമ്പോൾ ഞങ്ങള് പ്ലേയേഴ്സിനെ പുച്ഛിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. 40 കമന്റ് വന്നു, നിങ്ങൾ മാഡ്രിഡ് പ്ലേയേഴ്സിനെ വല്ലാണ്ട് അങ്ങ് കളിയാക്കിയത്. പക്ഷെ അനീസ് ഇങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ട്രൂ അല്ലെ? ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള ക്ലബിന് ഒരു ലോക്ക് വന്നിട്ടുണ്ടല്ലേ ഇപ്പം? അതെന്താ വെച്ചാല് മാഡ്രിഡിന് കുറച്ചായിട്ട് പറ്റും. മാഡ്രിഡിന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ഇല്ല. അത് ഒരു വലിയ പ്രശ്നമാണ്. അതായത് ഒരു സ്കൗട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ലൂയി കലാഫത്തിനെ പോലത്തെ ഒരു സ്കൗട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഈ യങ് ടാലന്റ്സിനൊക്കെ അവർ കണ്ടെത്തും. ഇപ്പൊ വിനീഷ്യസും റോഡ്രിഗോ, എൻഡ്രിക്, മെലിറ്റാവോ ഒക്കെ അവർ കൊണ്ടുവന്നാണ്. പക്ഷേ ഇപ്പൊ ഈ ലൂയി കാമ്പോസിനെയൊക്കെ പോലത്തെ, അല്ലെങ്കിൽ എഡ്വേർഡ്സിനൊക്കെ പോലത്തെ, അല്ലെങ്കിൽ റിച്ചർഡ് ഹ്യൂസ് പോലത്തെ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ മാഡ്രിഡിൽ ഇല്ല. മാഡ്രിഡിന്റെ ട്രാൻസ്ഫേഴ്സ് എല്ലാം ഡയറക്ട്ലി ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറയുന്ന ജോസ് ഏഞ്ചൽ സാഞ്ചസും അല്ലെങ്കിൽ ഫ്ലോറന്റീനോ പെരസും തന്നെയാണ്.
അപ്പൊ ഇവരെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവര് മാർക്കറ്റിംഗ് കൂടി നോക്കിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്രത്തോളം നമുക്ക് റിട്ടേൺസ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള പ്ലേയേഴ്സിനാണ് ഇവർ സൈൻ ചെയ്യുക. ഇവരല്ലാതെ ഒരു പ്രോപ്പർ ഒരു സിസ്റ്റത്തിന് വേണ്ട പ്ലേയേഴ്സിന് സൈൻ ചെയ്യില്ല. അത് മാഡ്രിഡിന്റെ ഈ റീസെന്റ് പെർഫോമൻസിലും ഈ റിസൾട്ടിനും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോ ഏതൊരു മാനേജ്മെന്റ് ആണെങ്കിലും ശരി, ഒരിക്കലും വിനീഷ്യസ് ജൂനിയർ ഉള്ള അതേ ടീമിലോട്ട് തന്നെ എംബാപ്പേനെയും റോഡ്രിഗോനെയും വന്നിട്ട് സൈൻ ചെയ്യൂല. അത് അവിടെ ആവശ്യമില്ല. അതിന് സ്ഥാനത്ത് എംബാപ്പേന്റെ സ്ഥാനത്ത് ചിലപ്പോൾ അവര് ഹാലൻഡിനെ സൈൻ ചെയ്തേനെ. കാരണം ഹാലൻഡ് ആയിരുന്നു അവിടെ വേണ്ടിയിരുന്നത്. കാരണം ഹാലൻഡ് നമ്പർ 9 ആണ്, വിനീഷ്യസ് അവിടെ ലെഫ്റ്റ് വിങ്ങർ ഉണ്ട്, ബാക്കപ്പ് ആയിട്ട് വേണമെങ്കിൽ റോഡ്രിഗോ ഉണ്ട്. അത് ആ സ്ഥാനത്ത് പോയിട്ട് ഇവര് 3 ലെഫ്റ്റ് വിങ്ങർ സൈൻ ചെയ്യുന്നു. പിന്നെ അതേപോലെ എൻട്രിക്കിനെ സൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഇപ്പൊ ബ്രസീലിൽ നിന്ന് പണ്ട് നെയ്മർ ജൂനിയറിന്റെ ട്രാൻസ്ഫർ നടക്കാത്തതിന്റെ ഒരു പ്രശ്നം എന്നുകൊണ്ട് തന്നെ ഏതൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ അപ്പൊ പോയി ബ്രസീലിന് പിടിച്ചുകൊണ്ട് വരാൻ നോക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറയുന്ന എൻട്രിക്കിനെ സൈൻ ചെയ്യുന്ന സമയത്ത് മൈക്കൽ ഒലീസനെ അതേ സെയിം പ്രൈസിന് സൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. മൈക്കൽ ഒലീസനെ സൈൻ ചെയ്തിരുന്നെങ്കിൽ അന്ന് ഇവിടെ റൈറ്റ് വിങ്ങർ ഇല്ല. ആക്ച്വലി റൈറ്റ് വിങ്ങർ ഇല്ല. ഗാരറ്റ് ബെയിൽ പോയതിനു ശേഷം ഒരു പ്രോപ്പർ റൈറ്റ് വിങ്ങർ വന്നിട്ടില്ല. മൈക്കൽ ഒലീസ അഡാപ്റ്റ് ആയിരുന്നു, ഇവിടെ സെറ്റ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് പോയി എൻട്രിക്കിനെ സൈൻ ചെയ്തു, ഒലീസ വിട്ട് കളഞ്ഞു. ഇപ്പൊ ഒലീസക്ക് 200 മില്യൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നു എന്നല്ലാതെ ആ സമയത്ത് അത് വിട്ട് കളഞ്ഞതാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഈ സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഫ്ലോറന്റീനോ പെരസിന് ഒരു ഈഗോ ഉണ്ട്. പുള്ളിയുടെ ഈഗോക്ക് അനുസരിച്ചാണ് പുള്ളി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാം. അല്ലാതെ ഒരു സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേയേഴ്സിന്, അല്ലെങ്കിൽ ഇപ്പോ ഈ മാർട്ടിൻ സുബിമെന്റി അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 40 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ റയൽ സോസിഡാഡിൽ നിന്നും മാഡ്രിഡിലോട്ട് വരാൻ പുള്ളി താല്പര്യം ഉണ്ടായിരുന്നു. ഷാബി അലോൺസൊക്കെ ഒരുപാട് ആവശ്യമുള്ള ഒരു ട്രാൻസ്ഫർ ആയിരുന്നു. മേ ബി ആ പ്ലെയറിനെ സൈൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഷാബി അലോൺസ് ഇപ്പോഴും മാഡ്രിഡിൽ ഉണ്ടാവുമായിരുന്നു. കഴിഞ്ഞ സീസണിൽ മാഡ്രിഡിന് ട്രോഫീസ് കിട്ടുമായിരുന്നു. പക്ഷെ ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തില്ല. 40 മില്യൺ കൊടുത്തിട്ട് പോലും സൈൻ ചെയ്തില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഇന്നിതാ യാൻജോമാണ്ടൊക്കെ പോയി 140 മില്യൺ ക്ലബിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് സൈനിങ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പെരസിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പുള്ളി ആ രീതിയിൽ സ്ട്രാറ്റജി. പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഇയറിൽ 1.3 ബില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്ത് വേൾഡ് റെക്കോർഡ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ക്ലബ്ബായി ഇപ്പോഴും നിൽക്കുകയാണ്. കിരീടം ഇല്ലെങ്കിൽ പോലും റവന്യൂവിന്റെ കാലത്ത് ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെയാണല്ലോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്ര മോശമാണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റവന്യൂവിൽ ഒരു കോട്ടവും വരാറില്ല. അതെ. അതേപോലെ അപ്പൊ നമുക്ക് ഫ്ലോറന്റീനോ പെരസിന്റെ സിസ്റ്റത്തിനെ കുറ്റം പറയാം. പക്ഷെ സ്പോർട്ടിംഗ് വൈസ് ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈവൻ ടോണി ക്രൂസിനെ ഇപ്പോഴും റീപ്ലേസ് ചെയ്തിട്ടില്ല. റോഡ്രി ഇന്നത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോഡ്രി സൈനി കൊളാപ്സ് അത് ആ ഭാഗത്തിലോട്ട് പോയി. അത് മേ ബി റയലിന് സിമ്പിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഒരു 70 മില്യൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴോ പ്ലെയർ ഓൾറെഡി പേഴ്സണൽ ടേംസ് എഗ്രി ആയി, എല്ലാത്തിനും ഓക്കെ. പക്ഷെ ലാഗ് ചെയ്ത് പെരസിന്റെ ഈഗോ ആണ്. കാരണം എന്താ വെച്ചാൽ പെരസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിക്കോൽമെ അവന്റെ എലക്ഷന്റെ പ്രൊജക്ട് ആയിട്ട് വെച്ചത് റോഡ്രിയാണ്. സ്വാഭാവികമായിട്ടും പെരസിന് ആ ഒരു ഈഗോ ഉണ്ട്. പെരസ് ലാഗടിപ്പിച്ച് ലാസ്റ്റ് മൊറീഞ്ഞ പുഷ് ചെയ്തതിന്റെ പേരിലാണ് ഒരു ഗ്രീൻ ലൈറ്റിംഗിൽ കൊടുത്തത്. പക്ഷെ എന്നിട്ടും ഈ ആൻഡോമന്റെ ഡീലും വിനീന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും അതിന് പുറമെ കാർലോസ് എസ്പിന്റെ ട്രാൻസ്ഫറിന്റെ വാല്യൂ പോലും റോഡ്രിക്ക് കൊടുത്തില്ല. എന്നിട്ടോ റോഡ്രിക്കും വേണ്ടി സിറ്റി ആവശ്യപ്പെട്ടതിന്റെ നേരെ പകുതിയാണ് റയൽ മാഡ്രിഡ് വച്ചത് ബിഡായിട്ട് 40 മില്യൺ. സിറ്റി 75-80 ചോദിച്ചിട്ട് സ്വാഭാവികമായിട്ട് അവർ റിജക്ട് ചെയ്യും. കാരണം അവർ ഫ്രീ ഏജന്റ് ആയിട്ട് പോയാലും കുഴപ്പമില്ല, റോഡ്രി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലോറന്റീനോ പെരസിന് ഈ ആ പ്ലെയറിനെ കൊണ്ടുവരാൻ താല്പര്യമില്ല. പുള്ളിക്ക് ഈഗോ ആണ്. അതായത് എന്റെ ഓപ്പോസിറ്റ് ആള് ഇലക്ഷനിൽ വെച്ച ഒരാളെ ഞാൻ എന്തിനു സൈൻ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു മെന്റാലിറ്റിയാണ്. ഇന്ന് ഫാൻസ് ചിലപ്പോൾ അത് ചോദ്യം ചെയ്തേക്കാം. അതിന് ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാം, ഞാൻ സിറ്റിക്ക് മുന്നിൽ ഒരു ബിഡുമായിട്ട് പോയി 1 ഇയർ കോൺട്രാക്റ്റുള്ള 30 കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലെയറിനെ, ഓൾറെഡി ACL വന്ന ഒരു പ്ലെയറിനെ ഞാൻ എന്തിന് 80 മില്യൺ കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം അവിടെ എടുത്തിടാനുണ്ട്. അപ്പൊ പുള്ളി എന്തായി ഫാൻസിന്റെ ഇടയിൽ ഫേവർ വെച്ചും ചെയ്തു. എന്നാ പുള്ളി സേഫായി, എന്നാ പ്ലെയറിനെ പുള്ളിയുടെ ഈഗോക്ക് പുറത്ത് അത് വിട്ടുപോയി. ശരിക്കും റോഡ്രി ബാഴ്സലോണയെക്കാളും കൂടുതൽ റയൽ മാഡ്രിഡിന് വേണ്ട ഒരു പ്രൊഫൈലായിരുന്നു. ഒരു ബോൾ പ്ലേയിങ് സെന്റർ മിഡ്ഫീൽഡർ ആയിരുന്നു, ബോൾ ഹോൾഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ബാഴ്സലോണയിൽ അത്തരത്തിലുള്ള പ്രൊഫൈൽ ഉണ്ട് ആക്ച്വലി. റയൽ മാഡ്രിഡിൽ അതില്ല. പക്ഷെ ഈ പറയുന്ന ഈഗോന്റെ പുറത്ത് അത്തരം ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കുന്നുണ്ട്. എന്നാൽ അതിന് പുറമെ PSG എടുക്കാൻ പോയ പ്ലെയറിനെ യാൻഡിയോമോണ്ടനെ പിടിച്ചുകൊണ്ടുവന്നു. ഈ ഫ്രാങ്കോ മസ്റ്റൻഡാനോ കഴിഞ്ഞ തവണ റയൽ മാഡ്രിഡ് ആ ട്രാൻസ്ഫറിന് വലിഞ്ഞതാണ് ആക്ച്വലി. ആ സമയത്താണ് സാന്റിയാഗോ സൊളാരി എന്ന് പറയുന്ന ഒരു അർജന്റീന ഉണ്ട്, അവിടുത്തെ പഴയ കോച്ചും ബോർഡിലുള്ള ആളാ. സാന്റിയാഗോ സൊളാരി പുഷ് ചെയ്തു, അടുത്ത മെസ്സി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രാങ്കോ മസ്റ്റൻഡാന്റെ. ഇതെന്താ PSG പേഴ്സണൽ ടൈംസ് എഗ്രി ചെയ്ത പ്ലെയറിനെ പിടിച്ചിട്ട് 45+ ആഡോൺസ് എല്ലാം കൂട്ടി 60 മില്യൺ എങ്ങാണ്ടും കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ പുള്ളിയെ ഫിയോറന്റീനയിലോട്ട് ലോണിൽ വിട്ട്. ഇവിടെ സ്ലോട്ട് ഇല്ല.
അതാണ്. അപ്പൊ ഇതൊക്കെ വിഡ്ഢിത്തരം. ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ പ്ലെയറിനെ അവിടെ സൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ സമയത്ത് ഒരു കൺട്രോളിംഗ് മിഡ്ഫീൽഡറിനെ, ആ സ്റ്റില്ലറിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സുബിമെന്റിയൊക്കെ സൈൻ ചെയ്തിരുന്നെങ്കിൽ ടീമിന്റെ മൊത്തത്തിലുള്ള തലവര മാറിയേനെ. പക്ഷെ അത് ചെയ്യൂല. അവിടെയാണ് ഈ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം. അതാണ് മാഡ്രിഡിന്റെ പ്രശ്നം. പിന്നെ നേരത്തെ ഗണേഷ് ബ്രോ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ടും പല പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടും മാഡ്രിഡ് ട്രോഫി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ലാസ്റ്റ് 10 വർഷത്തിൽ 5 ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ക്രിട്ടിസൈസ് ചെയ്യില്ല. ട്രോഫി കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനു നമ്മുടെ സിസ്റ്റം മാറ്റണം എന്നുള്ളൊരു തോന്നലാണ്. അത് ചിലപ്പോ വിനീഷ്യസിന്റെയോ അല്ലെങ്കിൽ എംബാപ്പയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് ചിലപ്പോൾ ട്രോഫി അടിക്കും. കാരണം എത്രത്തിൽ ബ്രില്യൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ് ബെല്ലിംഗാം ഒക്കെ. അപ്പൊ അതുകൊണ്ട് കിട്ടും. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും ഒരു സിസ്റ്റം മാറുന്നില്ല. ഈ സിസ്റ്റം മാനേജേഴ്സിന് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് അത് എനിക്കൊന്ന് 1-2 വർഷം കൂടി സ്ട്രഗിൾ ചെയ്ത് ഈ സിസ്റ്റം മാറ്റി വേറെ ഈ സിസ്റ്റം മാനേജറിനെ കൊണ്ടുവന്ന് 2-3 ഇയർ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്താലേ ആ ഒരു ഇതിലോട്ട് അഡാപ്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ നിൽക്കത്തുള്ളൂ. പക്ഷെ ട്രോഫി അടിക്കുന്ന സമയത്ത് ഇതൊക്കെ മാറും. അതാണ് പ്രശ്നം. ട്രോഫി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം മാറും. അതെ. ഇപ്പൊ ഗണേശ് എന്തോ പറയുന്നത്. അല്ല, ഞാന് ഇപ്പോഴും സുബിമെനിനെ സൈൻ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അവര് ഗുമറാസിനെ സൈൻ ചെയ്തിട്ട് മിഡ്ഫീൽഡ് ആകെ പാക്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ആർസണൽ. പിന്നെ എന്റെ ഒരു ചോദ്യം, ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ഇല്ല എന്ന് പറഞ്ഞിട്ട് റിയൽ മാഡ്രിഡ് ഗോൺസാലോ ഗാർസിയനെ സെല് ചെയ്തു അല്ലെ? നല്ലൊരു സ്ട്രൈക്കർ ആയിരുന്നു. ഞാൻ പ്രീ സീസണിലൊക്കെ ഞാൻ കണ്ടതാണ്. മൂപ്പരുടെ ഫിനിഷും അതായത് വർക്ക് റേറ്റ് ഒക്കെ മൊറീഞ്ഞോയ്ക്ക് പറ്റിയ പ്ലെയർ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഒരു 35 മില്യൺ സെല് ചെയ്തെന്ന് എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. കാരണം സ്ട്രൈക്കർ ഇല്ലാതെ ഇപ്പൊ എംബാപ്പയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കണമെങ്കിൽ, ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരണമെങ്കിൽ ഗോൺസാലോ ഗാർസിയ പല കളികൾ ഇറങ്ങി ഹാട്രിക് വരെ അടിച്ചിട്ടുണ്ട് റിയൽ മാഡ്രിഡിന് വേണ്ടി. അങ്ങനെ വരെയുള്ള ഒരു സ്റ്റാർ ആവാൻ എന്താ പറയുക കഴിവുള്ള ഒരു പ്ലെയറിനെ കൊടുത്തു. ഇപ്പൊ നമുക്ക് ആകെ ഒരു സ്ട്രൈക്കർ ആയിട്ടുള്ളത് എംബാപ്പെ മാത്രമാണ്. പിന്നെ എൻഡ്രിക് ആണ് അവിടെ വന്ന് കളിക്കേണ്ടത്. എൻഡ്രിക്കിന് നമ്മൾ സമയം കൊടുത്തു. അതാണ്. അപ്പോ കാർലോസ് എസ്പിനെ സൈൻ ചെയ്തു. അപ്പൊ ഓൾറെഡി ആ ഒരു സിസ്റ്റമിൽ റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന സിസ്റ്റമിൽ അഡാപ്റ്റ് ആയ പ്ലെയറിനെ കൊടുത്തിട്ട് ഒരു പുതിയ പ്ലെയറിനെ കൊണ്ടുവന്ന് മൂപ്പർ അഡാപ്റ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ? അതെങ്ങനെയല്ല. അതില് 2-3 റീസൺ ഉണ്ട്. ഒന്ന്, ഒരു 40+ ആഡ്-ഓൺസ് എല്ലാം കൂടി കൂട്ടി ഒരു 60-70 മില്യന്റെ പാക്കേജ് കിട്ടി. അത് ഫുൾ പ്രോഫിറ്റ് ആണ്. കാരണം 40 മില്യൺ ഫിക്സഡും പ്ലസ് 30 ആഡ്-ഓൺസും പ്ലസ് ഭാവിയിലുള്ള ഒരു 50-30 സെൽ ഓൺ ക്ലോസും ഉണ്ട്. അത് ഒരു ബെനിഫിറ്റ് ഓഫ് ട്രാൻസ്ഫർ ആണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഗോൺസാലോ ഗാർസിയ മിനിറ്റ്സ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ മിനിറ്റ്സ് വേണമെന്ന് വാശി പിടിക്കുന്ന പ്ലെയർ ആണ്. അപ്പൊ എന്തായാലും പുള്ളിക്ക് മിനിറ്റ്സ് കൊടുക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. ഇവിടെ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. മിനിറ്റ്സ് പുള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞൊന്നും ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ പുള്ളി ഒരു ഏരിയൽ ത്രെട്ട് ആണെന്ന് വെച്ചാൽ പുള്ളി ഹെഡർ ഗോൾസ് ഒക്കെ അടിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഹൈറ്റ് കുറവാണ്. അങ്ങനെ ഒരു ഏരിയൽ ത്രെട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് അല്ല പുള്ളിയുടെ. അപ്പോ മൊറീഞ്ഞോക്ക് വേണ്ടത് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള ഒരു ബോക്സ് പ്രസൻസ് ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ നമ്പർ 9 ആണ്. ശരിക്കും ഗോൺസാലോ ഗാർസിയ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ നമ്പർ 9 അല്ല ആക്ച്വലി. പുള്ളി ഒരു ഒരു ഫാൾസ് 9, ഇപ്പൊ ഫിർമീനിയോ ഒക്കെ കളിക്കുന്ന പോലത്തെ ഒരു നമ്പർ 9 ആണ്. ഗോൺസാലോ ഗാർസിയ ശരിക്കും പറയുകയാണെങ്കിൽ റോബർട്ടോ ഫിർമീനിയോ ടൈപ്പ് നമ്പർ 9 ആണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലെയറിനേക്കാളും കൂടുതൽ വേണ്ടത് ഞങ്ങളെ പണ്ടൊരു ജോസേലു എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ജോസേലു അറിയില്ലേ? അതേക്കെ പോലെ ബോക്സിൽ ഒരു ഏരിയൽ ത്രെട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിനായിരുന്നു മൊറീഞ്ഞോക്ക് കുറച്ചുകൂടെ ആവശ്യം. അപ്പോ ഓൾറെഡി അർബലോ ആണ് ഫുള്ളമ്മിലുള്ളത്. പുള്ളിക്ക് ഗാർസിയനെ ചെറുപ്പം തൊട്ടേ പുള്ളിയെ കണ്ടു വളർന്ന ആളാണ്. സ്വാഭാവികമായിട്ട് പുള്ളി ട്രാൻസ്ഫർ വെച്ചു. ഫുള്ളമ്മിന്റെ തന്നെ വലിയൊരു ട്രാൻസ്ഫർ ആണത്. ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. സ്വാഭാവികമായിട്ടും ആക്സെപ്റ്റ് ചെയ്തു. ഗോൺസാലോ ഗാർസിയ ഓക്കെയാണ്, കാരണം പുള്ളിക്ക് മിനിറ്റ്സ് കിട്ടും. പുള്ളി ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് പെർഫോം ചെയ്ത ഗോൺസാലോ ഗാർസിയക്ക് സ്പാനിഷ് നാഷണൽ ടീമിന്റെ സ്ട്രൈക്കർ ആവാം. കാരണം അവിടെ നല്ലൊരു ക്വാളിറ്റി സ്ട്രൈക്കർ അഭാവം പൊതുവെ ഉണ്ട്. ഇപ്പൊ ഈ ഓസർബയാലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും പുള്ളിക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗോൺസാലോ ഗാർസിയ ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കാം പുള്ളി അങ്ങോട്ട് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ക്ലബ്ബ് ആ ഒരു പൊസിഷനിലോട്ട് SP കൊണ്ടുവന്നു. SP ആകുമ്പോൾ കുറച്ച് ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ 194 ഹൈറ്റ് ഉണ്ട്. ഈവൻ ആലൻഡിനും SP-ക്കും സെയിം ഹൈറ്റാ. അപ്പൊ ഏരിയൽ ത്രെട്ട് ആവും. പിന്നെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈവൻ ബാഴ്സലോണയൊക്കെ സ്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണയൊക്കെ ഓൾറെഡി പുള്ളിയെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള ഒരു ലെവലിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, 25 മില്യന്റെ റിലീസ് ക്ലോസ് ഉള്ളൂ. അപ്പോ പിന്നെ അത് ട്രിഗർ ചെയ്തിട്ട് കൊണ്ടുവന്നു. പിന്നെ എൻട്രിക്ക് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയും സ്ട്രൈക്കറാണ്. അപ്പൊ അതും പ്രശ്നമാണ്. അപ്പൊ ഇവരെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എംബാപ്പെ എന്തായാലും ഫസ്റ്റ് ചോയ്സ് ആണ്. എംബാപ്പെ വേറൊരു പ്രശ്നമുണ്ട്. ഈ എംബാപ്പെ ഏതൊരു മാച്ചിലും പുറത്തിരിക്കാൻ ആഗ്രഹിക്കാത്ത പ്ലെയറാണ്.
എല്ലാ കളി കളിക്കണം എന്നുള്ള ഈ ഫിറ്റ് ആണെങ്കിൽ ഫുൾ മാച്ച് കളിക്കണം. ഇവൻ കോപ്പ ഡെൽ റേയിൽ പോലും പുള്ളി ബെഞ്ചിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കണ്ടതല്ലേ ഫ്രാൻസിന്റെ തേർഡ് പൊസിഷൻ മാച്ചിൽ വരെ എംബാപ്പെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഗോൺസാലോ ഗാർസിയനെ പിന്നെ ശരി നല്ലൊരു എമൗണ്ട് കിട്ടിയപ്പോ സ്വാഭാവികമായിട്ട് സെല്ല് ചെയ്യാം. പിന്നെ ഇപ്പൊ ഈ പറയുന്ന ഫുള്ളമ്മിന്റെ ഈ ആർബലോവ ഞങ്ങളുടെ അക്കാഡമി മൊത്തം തൂത്തുവാരാനുള്ള പരിപാടിയെ തോന്നും. ഇപ്പൊ പിറ്റാർച്ച് എന്ന് പറയുന്ന പെരാസിയോസിന് കൊണ്ടുപോയി. ഇപ്പൊ പിറ്റാർച്ചിന് വേണ്ടി ഫുള്ളം വന്നിട്ടുണ്ട്, കൊണ്ടുപോകാൻ വേണ്ടി ഫുള്ളം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോ ട്രാൻസ്ഫർ. സോ ഇപ്പൊ ട്രാൻസ്ഫർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ഒരു എന്താ പറയാ പീക്കിൽ നിൽക്കുന്ന പ്ലെയർ അല്ലെങ്കിൽ പീക്ക് കഴിയാനായ ഒരു പ്ലെയറിനെ ഇതിന് മുന്നേ വാങ്ങിയത് 28 വയസ്സുള്ള 29 വയസ്സ് ഉള്ള ഹസാർഡിനായിരുന്നു 2019 സീസണില്. അത് കഴിഞ്ഞിട്ട് റയൽ മാഡ്രിഡ് 25ന്റെ മേലെയുള്ള ആരെയും പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് 2019 എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് ഇപ്പൊ 7 വർഷം മുന്നേ. ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതായത് എന്താ പറയാ പെരസ് ബേസിക്കലി ഒരു ബിസിനസ് മാൻ ആണ്. അയാൾ സ്പോർട്ടിംഗ് ഡയറക്ടർ ഒന്നല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടർ അങ്ങനെ സെറ്റപ്പ് ഒന്നല്ലോ. മൂപ്പർക്ക് ചെറിയ പൈസക്ക് ചെറിയ വയസ്സുള്ള വലിയ പൈസ കൊടുത്താലും സാരമില്ല, കാരണം റിട്ടേൺസ് കിട്ടിക്കോളും. എന്നിട്ട് അവിടുന്ന് വളർത്ത മറിച്ച് വെക്കുക കാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സെൽ ഓൺ ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഹിറ്റ് ആയാലും നമുക്ക് പൈസ കിട്ടും. ആ റേഞ്ചിലാണ് മൂപ്പരെ സംഭവം. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ സൈൻ ചെയ്ത് കുക്കുറേയ 28, ഡംഫ്രീസിന് 30, ബെർണാഡോ സിൽവ ഫ്രീ ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സ് മുഴുവൻ ഈ ഒരു ഏജിൽ ഇങ്ങനെ നിൽക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ചേഞ്ച് ഒരു പ്രഷർ ഉള്ളതുകൊണ്ടാണോ? കാരണം 2 സീസണിൽ അവർക്ക് കപ്പൊന്നും കിട്ടിയിട്ടില്ല എന്ന പ്രഷർ കൊണ്ടാണോ ഈ സിസ്റ്റം മുഴുവനായിട്ട് തച്ചുടച്ച് മാറ്റുന്നത്? അല്ലാണ്ട് പെറസ് പോയിട്ട് 28 വയസ്സുള്ള ഒരു പ്ലെയറിന് എത്ര 40-60 മില്യനോ 60 മില്യൺ കൊടുത്തിട്ട് 28 വയസ്സുള്ള ഇത്രയും റേഞ്ചിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് സീനിയർ പ്ലെയറിനെ വാങ്ങുമോ? അല്ലെങ്കിൽ ഇത് മൊറീഞ്ഞോ സൈനിങ് ആണോ? ആക്ച്വലി മൊറീഞ്ഞോ സൈനിങ് ആണ്. കുക്കുറയും ഡംഫ്രൈസും മൊറീഞ്ഞോ സൈനിങ് ആണ്. ആക്ച്വലി റയൽ മാഡ്രിഡിന്റെ ഞാൻ കളി കാണാൻ തുടങ്ങിയതിനു ശേഷം റയൽ മാഡ്രിഡ് ഒരു 30+ ആയ പ്ലെയറിനെ സൈൻ ചെയ്യുന്നതന്നെ ക്യാഷ് കൊടുത്ത് സൈൻ ചെയ്യുന്നത് ഞാൻ കണ്ടത് ജോസേലൂനെയാണ്. അത് 8 മില്യൺ ആണ്. 8 മില്യൺ ആണ് എസ്പാനിയോളിൽ സൈൻ ചെയ്തത്. അത് അന്നത്തെ ഒരു അനിവാര്യതയായിരുന്നു. കാരണം ലാസ്റ്റ് മിനിറ്റ്സിൽ ഒരു ഏരിയൽ ത്രെട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ സെന്റർ ഫോർവേഡ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ആ സീസണിൽ മൊത്തം ഒരു ഡയമണ്ട് 4-4-2 എന്ന് കളിച്ചുകൊണ്ടിരുന്നത്. വിനീഷ്യസ്, റോഡ്രിഗോ ഉണ്ട് 2 സ്ട്രൈക്കറും, ബാക്കിൽ 4 ഫോർവേഡേഴ്സ്. അത് ഡയമണ്ട് സിസ്റ്റം ആയിരുന്നു 4-4-2. ഈ പറയുന്ന സ്ട്രൈക്കറുടെ റോൾ അന്ന് കൈകാര്യം ചെയ്തിരുന്നത് ജൂഡ് ബെല്ലിംഗാം ആയിരുന്നു. പുള്ളി അന്ന് ഒരുപാട് ഗോൾ അടിച്ചിട്ടുണ്ട് ബെല്ലിംഗാം. ക്രാഷ് ചെയ്ത് വന്നിട്ട് ഗോൾ അടിക്കാൻ ആഞ്ചലോട്ടിന്റെ അന്ന് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചതാ. പക്ഷെ അന്ന് ആ ചാമ്പ്യൻസ് ലീഗ് അടിക്കുമ്പോൾ അന്നൊരു മെയിൻ ഘടകം അന്ന് 10+ ഗോൾ എങ്ങാനുണ്ട് ജോസേലുവിന്, 15 അങ്ങാണ്ട് ഗോൾ ഉണ്ട് ടോട്ടൽ. അത് ഒരു മെയിൻ, അത് ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ വന്നിട്ട് ജോസേലു ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നു. ആ ജോസേലുവിനെയാണ് അന്ന് ഒരു 8 മില്യൺ കൊണ്ടുവന്നത്. ഞാൻ സത്യം പറയുന്നത് മാഡ്രിഡിന്റെ കളി കാണാൻ തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് ഒരു 30+ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ മാഡ്രിഡ് സൈൻ ചെയ്യുന്നതിനെ കണ്ട്. അതിനുശേഷം ഈ സീസണിലാണ് ഇവൻ ഫ്രീ ഏജന്റ് ആണെങ്കിൽ പോലും സൈൻ ചെയ്യാറില്ല. ഇപ്പൊ ബെർണാഡോ സിൽവനെ 32 സൈൻ ചെയ്തു. ഡംഫ്രൈസിന് 20 മില്യൺ കൊടുത്തു. ഡംഫ്രൈസ് 30 ആയി. ഒരു ഏറ്റവും വലിയ ഇവൻ റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിൽ തന്നെ 30+ ആയിട്ടുള്ള ഏറ്റവും വലിയ സൈനിങ് ആയിരിക്കും ഡംഫ്രൈസ്, 20 മില്യന്റെ. അതിന് അത്രയും വലിയ എമൗണ്ടിനൊന്നും ആരും എടുത്തിട്ടില്ല. ഈവൻ ഈ റോഡ്രി ഡീലിൽ തന്നെ ഇത്ര ലാഗ് അടിപ്പിക്കുന്ന പ്രശ്നം എന്താണ്? 80 മില്യൺ ഒന്നും കൊടുത്ത് 30 ഇയർ ആയിട്ടുള്ള റോഡ്രി എത്ര ബിഗ് പ്ലെയർ ആണെങ്കിലും ലെജൻഡറി പ്ലെയർ ആണെങ്കിലും മാഡ്രിഡിന്റെ ആ ഒരു ഇത് അവർക്ക് അങ്ങ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. 80 മില്യൺ ഒക്കെ കൊടുത്തിട്ട് 30+ ആയിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരിക, പിന്നെ അവരെ ഇവിടുന്ന് ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ ഒരു മെയിൻ പ്രൈം കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ അവരെ അങ്ങോട്ട് ആ ഒരു ഫീലാണത്. അപ്പോ പക്ഷെ ഇതൊരു മൊറീഞ്ഞോ സൈനിങ് ആണ് ഈ ഡംഫ്രൈസും. അതുപോലെ 28 ആയിട്ടുള്ള കുക്കുറയ ശരിയാണ്, നല്ല പ്ലെയർ ആണ്, ഒരു ടോപ്പ് നോച്ച് പ്ലെയർ ആണ്. പക്ഷെ 28 ആയി പ്ലെയറിന് ഒരു 60, അത് ഒരു ലെഫ്റ്റ് ബാക്കിന് അതൊന്നും ശരിക്കും നോർമലി മാഡ്രിഡ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അതും ഒരു മൊറീഞ്ഞോ സൈനിങ് ആണ്. ഇപ്പൊ ബെർണാഡോനെ ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രീ ഏജന്റ് ആയിട്ട് എടുത്തത് വരെ മൊറീഞ്ഞോന്റെ ഒരു റിക്വസ്റ്റിന്റെ പുറത്താണ്. അല്ലെങ്കിൽ ബെർണാഡോനെ 32 ഫ്രീ ഏജന്റ് ആയിട്ടാണെങ്കിൽ പോലും എടുക്കൂല. അത് വേണ്ടെന്നുള്ളൊരു മെന്റാലിറ്റി തന്നെ പോത്തുള്ളൂ. പക്ഷെ എടുത്തു. കൊണാറ്റേനെ പിന്നെ എനിക്ക് തോന്നുന്നു വെറുതെ കിട്ടിയപ്പെടുത്തതാന്ന് തോന്നുന്നുണ്ട്. അത് വെറുതെ കിട്ടല്ലേ പോരട്ടെ. അതായത് നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട്
ഒരു ബെഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി പ്ലെയർ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക കിടക്കട്ടെ. 5 കളിയിലും 2 കളി ഫോം ആവും, 3 കളി ബ്ലണ്ടേഴ്സ് വരുത്തും, ഒരു കളി ഇങ്ങനെ വെറുതെ ഒരു നിർഗുണനായിട്ട് നിൽക്കും. അങ്ങനെ ഒരു ടൈപ്പാണ്. ഒരു കൺസിസ്റ്റന്റ് അല്ലാത്ത ഒരു പ്ലെയർ ആണല്ലോ കൊണാറ്റെ മൊത്തത്തിൽ. നന്നായിട്ടറിയാം. കൊണാറ്റെ ഒരു മോശം പ്ലെയർ ആണോ ചോദിച്ചാൽ അല്ല, എന്നൊരു നല്ല പ്ലെയർ ആണോ ചോദിച്ചാൽ അല്ല. അതായത് ചില ദിവസം ചില ദിവസം വേൾഡ് ക്ലാസ് ആണെന്ന് തോന്നുന്നു നമുക്ക്, അപ്പൊ അടുത്ത ദിവസം പുള്ളി എവിടെയായിരിക്കും. അതെ. അപ്പൊ പുള്ളിയെ വെറുതെ കിട്ടി, അപ്പൊ ട്രാൻസ്ഫർ ഒന്നും ഇല്ലാതെ ഒരു കിട്ടിപ്പോന്നു. അപ്പൊ പിന്നെ എടുത്തേക്കാം എന്ന രീതിയിൽ ഒരു എടുത്തു വെച്ചു. അതാണ് സംഭവിച്ചത്. നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാനുള്ളത് സെയിൽസിനെ കുറിച്ചും പുതിയ സൈനിങ്സിനെ കുറിച്ചും ലേശം ടച്ച് ചെയ്ത് പോയി. ആസ് എ ലിവർപൂൾ കൊണാട്ടെയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആസ് എ ലിവർപൂൾ ഫാൻ ഞങ്ങൾ ചോദിക്കുകയാണ്, ട്രെന്റ് മൊറീനിയോയുടെ കീഴിൽ കളിക്കോ ഡംഫ്രീസ് കളിക്കോ? കാരണം ഡംഫ്രീസ് ഇപ്പം കാണുന്നതിൽ മിഡ്ഫീൽഡാണ് കളിച്ചിരിക്കുന്നത് അല്ലേ? അവര് രണ്ടുപേരും ഇന്റർചേഞ്ച് ചെയ്തിട്ടാ കളിച്ചത്. അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ നേരത്തെ അനീസ് പറഞ്ഞതുപോലെ SP ഹൈറ്റും ഉള്ളത് കൊണ്ട് ഒരു പ്ലാൻ ബി എന്ന രീതിയിൽ കിടലുമാണ് ട്രെൻഡിന്റെ ക്രോസും. ലൈക്ക് ഒരു ഗോൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ലാസ്റ്റ് 10 മിനിറ്റിലൊക്കെ SP വന്ന് ട്രെൻഡിനൂടെ. പക്ഷെ മൊറീനിയോയുടെ കീഴില് ആ വർക്ക് റേറ്റ്, അതായത് നമുക്ക് എംബാപ്പേനെ ക്ഷമിക്കാം, വിനിയെ ക്ഷമിക്കാം, പക്ഷെ ഒരു ഡിഫെൻസീവ് പ്ലെയർ എന്ന രീതിയിൽ ട്രെൻഡിന് ആ ഒരു ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു ട്രെൻഡിന്റെ കയ്യിൽ? അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മിഡ്ഫീൽഡില് നമ്മുടെ കാമവിംഗ പറഞ്ഞു പോകുന്നില്ല. ഇപ്പൊ യുണൈറ്റഡ് ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ചുവാമേനി അവിടെ ഉണ്ട്. ചുവാമേനിയുടെ ഫോം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ചും കൂടി മൊറീനിയോ റോഡ്രിയെ ചോദിച്ചത് എന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം ഇപ്പം ഫ്രണ്ടിലെ പ്ലേയേഴ്സ് ട്രാക്ക് ബാക്കും ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിഡ്ഫീൽഡും ഡിഫൻസും അത്ര വർക്ക് റേറ്റ് വേണം. അവിടെ ഈ ചുവമേനി ആണെങ്കിലും ട്രെന്റ് ആണെങ്കിലും വർക്ക്ഔട്ട് ആവുമോ? ഈവൻ ട്രെന്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ട്രെന്റ് ഫിറ്റ് ആണെങ്കിൽ ഈവൻ ഡിഫൻസീവ്ലി ട്രെന്റിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒഫൻസീവ്ലി പുള്ളിന്റെ അടുത്ത് നല്ല ഔട്ട്പുട്ട് കിട്ടും. അത് എനിക്കിപ്പോഴും കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ നോട്, അത് എന്തായാലും പുള്ളി ഇപ്പൊ ഈ പ്രീ സീസണിലെ 2 മാച്ചിലെ ഏറ്റവും മികച്ച പെർഫോമർ ട്രെന്റ് ആണ് ആക്ച്വലി. ഇപ്പൊ ഈ 2 പ്രീ സീസൺ റയൽ മാഡ്രിഡിന്റെ മാച്ചിലെ ഏറ്റവും മികച്ച പെർഫോമർ ആണെന്ന് ചോദിച്ചാൽ ട്രെന്റ് ആണ്. 2 കളി ഒരേപോലെ പെർഫോം ചെയ്ത ട്രെന്റ് ആണ്. പിന്നെ ട്രെന്റിന് വേറൊരു അഡ്വാൻറ്റേജ് കിട്ടി, പുള്ളിയെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ എടുക്കാത്തത് കൊണ്ട് പുള്ളിക്ക് കാര്യമായ രീതിയിലുള്ള റെസ്റ്റ് ഒക്കെ കിട്ടി. മറ്റുള്ളവരൊക്കെ അപേക്ഷിച്ച് പുള്ളി ഭയങ്കര ഫ്രഷ് ആണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ട്രെന്റിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവൻ എനിക്ക് തോന്നുന്നു ട്രെന്റ് തന്നെ ആയിരിക്കും സ്റ്റാർട്ടർ. ഡംഫ്രൈസിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഇല്ല. ഇവൻ ഡംഫ്രൈസിനോട് ഓൾറെഡി അത് കൺവിൻസ് ചെയ്തിട്ട് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആണ്. പക്ഷെ രണ്ടുപേരുടെയും മിനിറ്റ്സ് മാനേജ് ചെയ്തിട്ട് കളിപ്പിക്കുമായിരിക്കും. കാരണം ഈ ഡംഫ്രൈസും ഇടയ്ക്ക് ഇഞ്ചുറി വരുന്ന പ്ലെയർ ആണ്, ട്രെന്റും ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരുന്ന പ്ലെയർ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് രണ്ടും മാനേജ് ചെയ്തിട്ടായിരിക്കും പുള്ളി കളിപ്പിക്കുക. പിന്നെ ഡംഫ്രൈസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡംഫ്രൈസും ഡിഫെൻസീവ്ലി അത്ര പോരാന്നാണ് എന്റെ അഭിപ്രായം. പുള്ളിയും ഒഫൻസീവ്ലി നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. ഡിഫെൻസീവ്ലി അത്ര വലിയ പ്ലെയർ, ടോപ്പ് നോച്ച് പ്ലെയർ ഒന്നും അല്ല അവന്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല. മീൻ ചുമേനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചുമേനി ശരിക്കും പറയുകയാണെങ്കിൽ മാഡ്രിഡ് ഫാൻസ് അല്ലാത്ത ബാക്കിയുള്ള വേൾഡിലുള്ള എല്ലാ ഫാൻസും വി വാണ്ട് ചൊമേനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൊമേനിനെ എല്ലാവരും റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാഡ്രിഡ് ഫാൻസ് ആരും റേറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ഇവിടുന്ന് പോണെന്നാ പറയുന്നത്. ഇപ്പൊ ചൊമേനി പൊയ്ക്കോട്ടെ എന്ന്. പക്ഷെ ചൊമേനി ഈ പറഞ്ഞ മാതിരി കൊണാറ്റനെ പോലെയാണ്. ഒരു ചില കളികളിൽ പുള്ളി ഭീകര കളി കളിക്കും, പക്ഷെ ചില സമയത്ത് ഭയങ്കര മോശമായിരിക്കും. ചൊമേനിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പറഞ്ഞ പോലെ ചൊമേനിനെ കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിയെ കൊണ്ട് പറ്റാത്ത പണി എടുപ്പിക്കുമ്പോഴാണ് പുള്ളിക്ക് പ്രശ്നം. ചൊമേനി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബോൾ ഹോൾഡിംഗ് കൺട്രോളിംഗ് മിഡ്ഫീൽഡർ അല്ല. പുള്ളിക്ക് ആ പണി പറ്റൂല. പക്ഷെ പുള്ളി നല്ല രീതിയിൽ ഒരു ബോളറാണ്. പുള്ളി നല്ല രീതിയിൽ ഒരു ഡിസ്ട്രോയർ ആണ്. ഡിഫൻസീവില് നല്ല കവർ കൊടുത്തിട്ട് ആ ഒരു ഡ്യൂട്ടി പുള്ളി അടിപൊളിയായിട്ട് കളിക്കും. അപ്പൊ പുള്ളിയുടെ കൂടെ ചിലപ്പോൾ ഒരു ബോൾ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി അടിപൊളിയായിട്ട് ആ ഒരു ഡിഫൻസിൽ ഡബിൾ പിവോട്ടിൽ വർക്കാവും. പക്ഷെ മാഡ്രിഡിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആളില്ല. ടോണി ക്രൂസ് പ്ലസ് ചൊമേനി അടിപൊളിയായിരുന്നു. കാരണം ക്രൂസ് ആ ഒരു ജോബ് എടുക്കുമ്പോൾ ചൊമേനിക്ക് കുറച്ചും കൂടി ഡിഫൻസീവ് ഡ്യൂട്ടി എടുത്താൽ മതി. ബാക്കിയുള്ള പണിയെല്ലാം ക്രൂസ് എടുക്കുമായിരുന്നു. പക്ഷെ ക്രൂസ് പോയതിനു ശേഷമാണ് ഈ ചൊമേനി മൊത്തത്തിൽ അവിടെ ആകെ പ്രശ്നമായത്. ചൊമേനിന്റെ കളിയെ കാര്യമായി ബാധിച്ചു. പിന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ ആ ഒരു പ്രൊഫൈൽ അവിടെ മാറിയത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പൊ ഈ പക്ഷേ ഈ മൊറീഞ്ഞോ സിസ്റ്റത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ബോൾ ഹോൾഡിംഗ് കൺട്രോളർ മിഡ്ഫീൽഡറിന്റെ ആവശ്യമൊന്നുമില്ല. മൊറീഞ്ഞോ പഴയ പണിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു ബോൾ ഹോൾഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് പാസ് ഇട്ട് കളിക്കേണ്ട കാര്യമൊക്കെ എന്താ അവിടെ? ചുമ്മാ മൊറീഞ്ഞോ അങ്ങനെ ഒരു പരിപാടിയെ ചെയ്യുന്ന ആളല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഫെഡെ വൽവർദിയും ഈ പറയുന്ന ചൊമേനിയും കമവിംഗും ജുബെല്ലിങ്ങും ഒക്കെ തന്നെ മതി ആക്ച്വലി. ശരിക്കും പറയുകയാണെങ്കിൽ
കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ശിവാങ്ങിനെ അറിയില്ല നിങ്ങള്, ശിവാങ്ങുമായിട്ട് ഒരു ആ ഡിസ്കഷൻ. അറിയാം. അപ്പൊ പുള്ളി പറയുന്നുണ്ടായിരുന്നു മറ്റേ മൊറീഞ്ഞോ സിസ്റ്റത്തിൽ ശരിക്കും റോഡ്രിയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ജാബി അലോൺസ് ആയിരുന്നപ്പോഴാണ് ശരിക്കും റോഡ്രി വേണ്ടിയിരുന്നത്. സംഭവം ശരിയാണത്. കാരണം ഈ പറയുന്ന മൊറീഞ്ഞോ സിസ്റ്റത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ റോഡ്രിയെ പോലത്തെ ഒരു പ്ലെയറിന് എനിക്ക് തോന്നുന്നു റോഡ്രി ഈവൻ ബാഴ്സലോണയിലോട്ട് പോവാന്നുള്ളതിന് ഒരു കാരണം ചിലപ്പോൾ അതായിരിക്കും. പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലും സ്പോർട്ടിംഗ് വൈസ് ഒക്കെ പുള്ളിക്ക് കുറച്ചും കൂടി സൂട്ട് ആവാതാണ്. ചൊമേനി ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ചൊമേനി ഒരു എന്താ ടോണി ക്രൂസ് എടുക്കുന്ന അല്ലെങ്കിൽ റോഡ്രി ഒന്നും എടുക്കുന്ന പണിയൊന്നും ചൊമേനെ കൊണ്ട് എടുക്കാൻ പറ്റൂല. സിംഗിൾ പിവോട്ട് ഒന്നും ചൊമേനെ കൊണ്ട് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. നമ്പർ 6 ആണ് പുള്ളി. ഓപ്പോസിഷന്റെ അറ്റാക്സ് സ്റ്റോപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇവൻ സത്യം പറയാന്നുണ്ടെങ്കിൽ കസമീറോ എടുത്ത പണി പുള്ളി എടുക്കും, ഒരു പരിധി വരെ എടുക്കും. അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ രണ്ടുപേരുടെ പണി ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് പുള്ളിനെ കൊണ്ട് അത് വർക്കാവൂല. അതാണ് പുള്ളി പലപ്പോഴും എക്സ്പോസ് ആവുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് ക്രിറ്റിസിസം നേരിടുന്നത്. ആക്ച്വലി പുള്ളി ഇപ്പോ യുണൈറ്റഡ് ഫാൻസ് ഒക്കെ ചൊമേനി എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കും. കാരണം റോഡ്രി ട്രാൻസ്ഫർ നടക്കാത്തതിൽ ഏറ്റവും കൂടുതൽ നിരാശ മാൻ യുണൈറ്റഡ് ഫാൻസിനാണ്. കാരണം റോഡ്രി ട്രാൻസ്ഫർ നടന്ന മേ ബി റയല് ചൊമേനിനെ സെല്ല് ചെയ്തേനെ. 2031 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോ കോൺട്രാക്ട്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോൾ സെല്ല് ചെയ്തേനെ. കാരണം റോഡ്രി ഉണ്ടാകുമ്പോ പിന്നെ ചൊമേനി ബെഞ്ചിലോട്ട് പോകേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ട്രാൻസ്ഫർ നടന്നേനെ. പക്ഷെ അത് റോഡ്രി വരാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ചൊമേനെ എന്തായാലും സെല്ല് ചെയ്യൂല. അപ്പൊ പിന്നെ അറിയില്ല മൗറീഞ്ഞോ സിസ്റ്റം ഇനി എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. ശരിക്കും പറയുകയാണെങ്കിൽ അത് ഹൈപ്പോത്തറ്റിക്കലി സംസാരിക്കാൻ പോലും പറ്റൂല, പ്രെഡിക്ട് ചെയ്യാനും പറ്റൂല. കാരണം മൗറീഞ്ഞോ എങ്ങനെ കളിപ്പിക്കാന്ന് അറിയില്ല. ചിലപ്പോ പുള്ളി തുടക്കത്തിലൊരു പുതിയ വെറൈറ്റി പരീക്ഷണമൊക്കെ നടത്തിയേക്കാം. പക്ഷെ അത് 2-3 കളി കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കൗട്ട് ആയാലും പുള്ളി പഴയ പാട്ട് തന്നെ വീണ്ടും പാടും. ഇത് ഈ പറഞ്ഞതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുള്ള ചൊമേനിയം എന്റെ ഓർമ്മയില് കഴിഞ്ഞ സീസണിൽ ലോൺസോയുടെ അണ്ടറിലാണെന്ന് തോന്നുന്നു. പുള്ളിനോട് കുറച്ചുകൂടി ഓടി നടക്കാനാണ് പറഞ്ഞപ്പം ബാക്കിയുള്ള പ്ലേയേഴ്സിനോട് ഫുൾ അടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. ഐ മീൻ ഫിസിക്കൽ അടിയില്ലാന്നുണ്ടെങ്കിലും കുറെ പ്ലേയേഴ്സുമായിട്ട് എന്റെ പണി ഇതാണ്, നീ അവിടെ അത് നിന്റെ അങ്ങോട്ട് നീ കവർ ചെയ്യണം, ഞാനല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ പ്ലേയേഴ്സിന്റെ മുകളിൽ തന്നെ തീർക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓഫ് ദ പിച്ച് അടി ഉണ്ടാക്കിയതും എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ മൊറീഞ്ഞോയുടെ അണ്ടറിൽ പ്രോബ്ലി ആര് അടി ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഈ ചൊമേനി ട്രെൻഡ് എന്നുള്ള ഒരു പിവറ്റ് സക്സസ് ആവാൻ ചാൻസ് ഇല്ല നിങ്ങൾക്ക്. അതായത് ഞാൻ ബോൾ നിർത്തി ട്രെൻഡിനോട് പറയും ബോള് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ നീ പിങ് ചെയ്തോ. കാരണം ചൊമേനിക്ക് പറ്റാത്തൊരു സാധനം അതാണ്. പറ്റാത്ത സാധനമാണ് ഡിഫൻസും. സോ ബേസിക്കലി ഞാൻ ഡിഫെൻഡ് ചെയ്യും നിനക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി നീ അറ്റാക്ക് ചെയ്തോ, ഞങ്ങൾ പേരായിട്ട് നോക്കാം. അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ചൊമേനിക്ക് റിക്കവറി പേസ് ഇല്ല. ചൊമേനിക്ക് റിക്കവറി പേസ് ഇല്ല എന്നുള്ളത് ഒരു മെയിൻ പ്രശ്നമാണ്. സത്യം പറയാൻ ഇപ്പത്തെ റയൽ മാഡ്രിഡിന്റെ ബാക്ക് ലൈനിലുള്ള പ്ലേയേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും റിക്കവറി പേസ് ഇല്ല. ഡീൻ ഹൗസിന് റിക്കവറി പേസ് ഇല്ല, കൊണാറ്റക്ക് റിക്കവറി പേസ് ഇല്ല. ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ട്. എന്നാ നമുക്ക് ഒരു വേണ്ട രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു പേസ് ഉള്ള പ്ലെയർ അല്ല കൊണാറ്റെ. റുഡിഗറിന് പണ്ട് ഒരു മാച്ചിൽ റിക്കവർ ചെയ്താൽ അടുത്ത മാച്ച് ഇഞ്ചറി ആയിരിക്കും. അതെ ഹാംസ്ട്രിങ് വരും. അതെ ഇപ്പോ റുഡിഗർ പണ്ട് ഐ മീൻ ചെൽസിയിലുള്ള സമയത്ത് അല്ലെങ്കിൽ മെഡ്രിഡിൽ വന്ന സമയത്തുള്ള റുഡിഗർ ആണെങ്കിൽ റിക്കവറി പേസ് ഉണ്ടായിരുന്നു, പുള്ളി ഓടി പിടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ റുഡിഗറിന്റെ റിക്കവറി പേസ് പോയി. പിന്നെ ഉള്ളത് അവിടെ റിക്കവറി പേസ് ഉള്ള ഒരു സെന്റർ ബാക്ക് എന്ന് പറയുന്നത് അസെൻസിയോ ആണ്. അവനാണെങ്കിൽ തലച്ചോറുമില്ല, അതാണ് മെയിൻ പ്രശ്നം. അവന് റിക്കവറി പേസ് ഉണ്ട് പക്ഷെ തലച്ചോറില്ല. ചിലപ്പോ അവൻ ബോക്സ് വരെ റിക്കവറി പേസ് കൊണ്ട് പിടിച്ചിട്ട് ബോക്സിൽ കൊണ്ടുപോയി പ്ലെയറിനെ ടാക്കിൾ ചെയ്തിട്ട് പെനാൽറ്റി കൊടുക്കും. ആ രീതിയിൽ മണ്ടത്തരം കാണിക്കും. അപ്പൊ അവൻ അതുകൊണ്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യാനേ പറ്റൂല. കാരണം അവന് നല്ല പേസ് ഉണ്ട്, പാസിംഗ് സെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവന് മണ്ടത്തരാണ് ഫുള്ള്. അവൻ പോയിക്കാണ്ട് ഫൗൾ ചെയ്തിട്ട് അനാവശ്യമായി പെനാൽറ്റി വാങ്ങും, റെഡ് കാർഡ് വാങ്ങും, അല്ലെങ്കിൽ ആ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിരുന്ന രീതിയിൽ കളിക്കും. പിന്നെ അവിടെ മിലിറ്റാവോ ആണ് ഈ പറയുന്ന രണ്ടുള്ള ഒരു പ്ലെയർ. റിക്കവറി പേസും അതുപോലെ പാസിംഗ് ആക്യുറസിയും കാര്യങ്ങളും ഉള്ള പ്ലെയർ എന്ന് പറയുന്നത് ഒരു ബോൾ പ്ലേയിങ് പ്ലെയർ അത് മിലിറ്റാവാണ്. പക്ഷെ മിലിറ്റാവിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഇഞ്ചുറിയാണ്. 2 ACL ഒക്കെ വന്ന പ്ലെയർ ആണ്, അവൈലബിലിറ്റി ഒട്ടുമില്ല. സ്വാഭാവികമായിട്ടും ചൊമേനിക്കും റിക്കവറി പേസ് ഇല്ല. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ബോൾ മിസ്സായി കഴിഞ്ഞാൽ അത് ഓടിപ്പിടിക്കാൻ പറ്റൂല. ഈവൻ ട്രെൻഡ് ഫോർവേഡ് കയറി വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ബോൾ മിസ്സായി കുറച്ച് പേസി വിങ്ങേഴ്സ് ഒക്കെ ഉള്ള ടീമാണ് ഓപ്പോസിറ്റ് എന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ എന്ന് പറയും, പോവില്ല. അതാ
ചൊമേനിയെ കൊണ്ട് ഒരിക്കലും ഒരു പേസ് വെച്ചിട്ട് ഒരു സ്ട്രൈക്കറോ വിങ്ങറോ പിടിച്ചിട്ട് ഡിഫെൻഡ് ചെയ്യാനൊന്നും പറ്റൂല. കാരണം ഞങ്ങളത് കണ്ട് ചിരിക്കാറൊക്കെ ഉണ്ട്. കഴിഞ്ഞ 2 സീസണിലൊക്കെ ചില സമയത്ത് ചൊമേനി ഓടുന്നതൊക്കെ കാണുമ്പോൾ ചിരിയൊക്കെ വരും. കാരണം പുള്ളിക്ക് എത്തൂല, ഓടി എത്തൂല. അതാണ് പ്രശ്നം. അതുപോലെ കമവിംഗ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് റിക്കവറി പേസ് ഉള്ള കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള പ്ലെയറാ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ബ്രെയിൻ ഇല്ല, തലച്ചോറില്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ സീസണിലെ ബയൺ മ്യൂണിക്ക് ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിലുള്ള ആ ഒരു റെഡ് കാർഡ്. അതിന് ആ ഒരു ഒറ്റ റെഡ് കാർഡ് കൊണ്ടാണ് അന്ന് മാച്ച് ശരിക്കും പറയുകയാണെങ്കിൽ തോറ്റത്. അല്ലെങ്കിൽ ഒരു 50-50 പോയ ഒരു മാച്ച് ആയിരുന്നു അത്. ആ റെഡ് കാർഡോട് കൂടി ആ കളി മൊത്തത്തിൽ മാറിയത്. പുള്ളിയുടെ ഒരു വളരെ മണ്ടത്തരായിരുന്നു ആദ്യ ഒരു ഡിസിഷൻ. പിന്നെ പുള്ളി സോറി ഒക്കെ പറഞ്ഞെങ്കിലും ഒരു മാച്ചിൽ നിന്ന് ഔട്ട് ആവുകയാണ് ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ റിക്കവറി പേസ് ഇല്ലാത്ത സെന്റർ ബാക്കും ഈ പറയുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റിസ്ക് ആണ്. ഇവൻ ട്രെൻഡ് ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡിലൂടെ ആള് കയറി പോയിട്ട് ഗോൾ അടിച്ചു പോരും. അതാണുള്ളൊരു മെയിൻ പ്രശ്നം. ഇവൻ ആ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത്രയും മുന്നോട്ട് പോവാണ്ട് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്ന കാര്യം സംശയം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നടക്കൂല എന്നല്ല. കാരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിഡ്ഫീൽഡർ വേറെ വേണ്ടി വരും ചുവഞ്ഞിന്റെ കൂടെ കളിക്കാൻ. ആക്ച്വലി ബെർണാഡോ ആ പണി എടുക്കും എന്നുള്ളതാണ് ഇപ്പൊ ക്ലബിന്റെ ഒരു പ്രതീക്ഷ. എടുക്കോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയണം. കാരണം ബെർണാഡോ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു ഓടി നടന്ന് പണിയെടുക്കുന്ന ബോൾ ഹോൾഡ് ചെയ്യാനും പ്രസ് റെസിസ്റ്റന്റ് ആയിട്ട് മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പ്ലെയർ ആണ് ബെർണാഡോ. ഏജായി 32 എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത്യാവശ്യം ഫിറ്റ്നസ്. പിന്നെ ബെർണാഡോന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഞങ്ങളുടെ പുള്ളിക്ക് ഇഞ്ചുറി അങ്ങനെ വരില്ല. പുള്ളി അത്യാവശ്യം എല്ലാ മാച്ചും അവൈലബിൾ ആണ്. പുള്ളിയുടെ ഇഞ്ചുറി ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അൺബിലീവബിൾ ആണെന്ന് തന്നെ പറയേണ്ടി വരും. വളരെ കുറഞ്ഞ മാച്ചേ ഇഞ്ചുറി കാരണം മിസ്സായിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ബെർണാഡോയെ ആ ഒരു പണിക്കായിരിക്കും മൊറീഞ്ഞോ കൊണ്ടുവന്നിട്ടുണ്ടാവുക. പിന്നെ എനിക്ക് തോന്നുന്നത് മൊറീഞ്ഞോ പൊതുവെ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഈ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടീമിനെതിരെയാണ് സ്ട്രഗിൾ ചെയ്യുക. അതായത് നമ്മളും ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്ത് സിറ്റ് ബാക്ക് ചെയ്യുന്നു, എതിർ ടീമും സിറ്റ് ബാക്ക് ചെയ്യുന്നു, ബോൾ ആരെങ്കിലും എടുത്തോ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പണി കിട്ടും. ഒരുപാട് ഡ്രോ വരും. കാരണം ഇപ്പൊ ബെൻഫിക്കയിൽ പുള്ളി ലാസ്റ്റ് സീസണിൽ അൺബീറ്റൺ ആണ്. പക്ഷേ ബെൻഫിക്ക ലീഗ് അടിച്ചില്ല. അതെന്താണ്? 15 കളിയും കണ്ട് ഡ്രോ ആണ്. അതാണ് സംഭവം. അപ്പൊ ആ സ്വാഭാവികമായിട്ടും റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പൊ ഈ ലാലിഗയിൽ കുറെ അങ്ങനത്തെ മല്ലോർക്ക, ഗെറ്റാഫെ, അങ്ങനത്തെ മറ്റേ ഒസസുന പോലത്തെ കുറെ ടീമുകളുണ്ട് ലോ ബ്ലോക്കിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യാൻ. ബിഗ് ടീംസിനെതിരെ വരുമ്പോൾ അവർക്ക് ജയിക്കണം എന്നില്ല, അവര് ലോ ബ്ലോക്കിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യും. ആ ടീമിനെതിരെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലേയേഴ്സ് വേണം. ഈവൻ ബാഴ്സലോണക്കെതിരെയോ അല്ലെങ്കിൽ ഇനിയിപ്പോ PSG-ക്കെതിരെയോ അല്ലെങ്കിൽ വലിയ ആഴ്സണലിനെതിരെ അങ്ങനത്തെ ടീമിനെതിരെയൊക്കെ കളിക്കുമ്പോൾ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അവര് ബോൾ ഹോൾഡ് ചെയ്ത് കളിച്ചാലും നമുക്ക് സെൻട്രലിൽ നിന്ന് ബോൾ കൗണ്ടർ അടിച്ചാൽ നല്ല ഓടി എടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് അവർ ഓടി കൗണ്ടർ അടിച്ച് ഗോൾ അടിക്കുക. ആ രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും നോക്കാം. പക്ഷെ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടീമിനെതിരെ എങ്ങനെ സിസ്റ്റം വർക്കൗട്ട് ആവും? അപ്പൊ പിന്നെ ലീഗുകളിൽ പല മാച്ചുകളും സ്ട്രഗിൾ ചെയ്യും, ഗോൾ അടിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മാച്ച് വിൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ പിന്നെ റിസൾട്ടിനെ ബാധിക്കും. അതാണുള്ള പ്രശ്നം. നല്ല പോയിന്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞു പോയി യാൻ ഡയമണ്ടെ. അതായത് മെയ്യിൽ ലിവർപൂൾ ആയിരുന്നു, ജൂണിൽ PSG ആയിരുന്നു, ഇപ്പൊ ഓഗസ്റ്റ് എത്തിയപ്പോ അവസാനം റയലിൽ എത്തിയിട്ടുണ്ട്. 140 യൂറോ ആണല്ലേ പ്രൈസ്. ഓക്കെ, പ്രൈസ് അവിടെ കിടക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇതിലിപ്പം ഫോർവേഡ് ലൈനിൽ എംബാപ്പെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, ജൂഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, വിനി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. പിന്നെയുള്ളത് ഒരു പൊസിഷനാണ്, ആർഡ ഗുളർ എവിടെ കളിക്കും? അല്ലെങ്കിൽ ഡയമണ്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണ്ടേ? 140 മില്യൺ കൊടുത്ത് ഒരാളെ കൊണ്ടുവരുമ്പോ റൈറ്റ് വിങ്ങിൽ എന്തായാലും ഡയമണ്ട്. എനിക്ക് തോന്നുന്നില്ല പുള്ളി സ്റ്റാർട്ട് ആവുന്നത്. കാരണം അത് ഓപ്ഷൻ നോക്കിയിട്ടായിരിക്കും. കാരണം നമ്മൾ വേറൊരു ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ചൊമേനി, വൽവർദെ, ബെല്ലിംഗം ഒരു മിഡ്ഫീൽഡ് ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബെർണാഡോ സിൽവനെ യൂസ് ചെയ്യാൻ പറ്റൂല, ഗൂലറിനെ യൂസ് ചെയ്യാൻ പറ്റൂല. 4 മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യാണെന്ന്. ഇപ്പൊ ചൊമേനി, ബെർണാഡോ, വൽവർദെ, ബെല്ലിംഗം. അപ്പോഴും ഗൂലർ ഔട്ടാണ്. അപ്പൊ 4 മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യുന്ന സമയത്ത് 2 വിങ്ങേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എംബാപ്പെ ഓർ വിനീഷ്യസ് ആയിരിക്കും. അപ്പോൾ യാൻ ഡയമണ്ട് പുറത്താണ്. ഇനി 4-3-3 കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ചൊമേനിനെ ഇപ്പത്തെ സിറ്റുവേഷനിൽ ബെഞ്ച് ചെയ്യാൻ പറ്റൂല. അപ്പോ ഇവൻ ബെർണാഡോയെ ചിലപ്പോൾ ബെഞ്ച് ചെയ്തേക്കാം. അപ്പൊ ബെല്ലിംഗാമും ചൊമേനിയും വാൽവർദെ ആയിരിക്കും മിഡ്ഫീൽഡ്. ആ സമയത്ത് യാൻ ഡയമണ്ടിനെ ചിലപ്പോൾ കളിപ്പിക്കാം. അപ്പോഴും ഗൂലർ പുറത്തിരിക്കേണ്ടി വരും. ഗൂലർ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്രൊഫൈലാണ്. പുള്ളിക്ക് ഓൺ ദ ബോൾ പുള്ളി കിടുവാണ്. ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് പോരാ എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രശ്നം. പക്ഷെ ഓൺ ദ ബോൾ പുള്ളി കിടുവാണ്. നല്ല രീതിയിൽ പുള്ളി ചാൻസസ് ഉണ്ടാക്കും.
എംബാപ്പെ അടിച്ച പകുതി ഗോളും പുള്ളിയായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. സോ പുള്ളിയെ ബെഞ്ച് ചെയ്യുമ്പോൾ ആ ക്രിയേറ്റിവിറ്റി അവിടെ പോവാണ്. അപ്പൊ പക്ഷെ പുള്ളിയെ ഒരു റൈറ്റ് വിങ്ങർ ആയിട്ട് യൂസ് ചെയ്താലും പുള്ളി ഷിറ്റാണ്. പുള്ളി തീരെ പോരാ. അവിടെ ഒട്ടും കളിക്കൂല പുള്ളി ആ ശരിക്കും ആ ഒരു ക്രിയേറ്റീവ് റോളിലാണ് പുള്ളിക്ക് പറ്റുള്ളൂ. അപ്പോ ഈ യാൻഡിയോമണ്ടൻ എന്താ വർക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സത്യം പറയാൻ എനിക്ക് അറിയില്ല. യാൻഡിയോമണ്ടൻ എന്തിനാ സൈൻ ചെയ്തെന്ന് തന്നെ എനിക്ക് സത്യം പറയാൻ പിടുത്തം കിട്ടിയില്ല. കാരണം ഞാൻ ആ പ്ലെയറിനെ നോട്ടീസ് ചെയ്യുന്നത് ലിവർപൂളായിട്ട് പേഴ്സണൽ ടൈംസ് എഗ്രി ആയപ്പോഴാണ്. അത് കഴിഞ്ഞ് പുള്ളി വേൾഡ് കപ്പിന് വന്നപ്പോ ഈ പ്ലെയർ ലിവർപൂൾ ഇങ്ങനെ ഒരു 100 മില്യൺ പ്ലെയറിനെയൊക്കെ നോക്കുന്നുണ്ട്, വേൾഡ് കപ്പിൽ ഐവറി കോസ്റ്റിന് വേണ്ടി കളിക്കും, എന്നാ പിന്നെ പുള്ളിയെ മൊത്തത്തിലൊന്ന് മോണിറ്റർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുള്ളിയെ അങ്ങനെ മൊത്തത്തിലൊന്ന് മോണിറ്റർ ചെയ്തു ഐവറി കോസ്റ്റ് മാച്ചിലൊക്കെ. പിന്നെ പുള്ളിയെ പഴയ കുറച്ച് മോണിറ്റർ ഓഫ് ആക്കിയല്ലേ. പിന്നെ കുറച്ച് ഗ്ലിംസസ് ഒക്കെ കണ്ട കുഴപ്പമില്ല. പിന്നെ 19 വയസ്സാണ്, ഫിസിക് ഉണ്ട്, കുറച്ച് എന്തെങ്കിലും കാണുമായിരിക്കും. പിന്നെ പുള്ളിയാണ് PSG ഹൈജാക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ ആരടാ ഇത് ഇങ്ങനെയൊക്കെ PSG അതുക്കും ലിവർപൂളിന്റെ അടുത്ത് ഹൈജാക്ക് ചെയ്തിട്ട് PSG കൊണ്ടുപോകുന്നു. ഇവനെ ഇനി എന്തിനാ PSG അവിടെ? PSG ഓൾറെഡി അവിടെ തട്ടിയിട്ട് നടക്കാൻ വയ്യ എന്നുള്ള ലെവലിലുള്ള വിങ്ങേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് നമ്മളിതിലില്ലല്ലോ, ചിത്രത്തിലേ ഇല്ലല്ലോ. പിന്നെ ഉണ്ട് വെള്ളിയാഴ്ച പുള്ളിയുടെ പേരിൽ റൂമർ വരുന്നു, ശനിയാഴ്ച പേഴ്സണൽ ടൈംസ് എഗ്രി ആവുന്നു, ഞായറാഴ്ച ഹിർവീഗ വരുന്നു. ഹിർവീഗ വന്നിട്ട് കമ്മ്യൂണിക്കാർഡ് വരാൻ വേണ്ടി 2 ആഴ്ച വെയിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയോ സംഭവിച്ചു. റോക്ക് നേഷൻസ് അതിന്റെ ഇടയിൽ കൂടി നേഷന്റെ കളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിക്കും ഇതില് യാൻ ഡയമണ്ടയുടെ ട്രാൻസ്ഫർ ഫീ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ പുള്ളി വിനീനെ അത്രത്തരം ഗോൾ അടിക്കണ്ടേ? ഞാൻ പറയുന്നത് മെഡ്രിഡ് ആയിക്കോട്ടെ PSG ആയിക്കോട്ടെ, എനിക്ക് പറയുന്നത് ലിവർപൂൾ ഞങ്ങൾക്കിപ്പം ഈ ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് ഞങ്ങൾക്ക് അധികം പൈസ കൊടുക്കുന്ന അസ്ഥിരത തുടങ്ങിയിട്ടുണ്ട്. വേർഡ്സ് ആണെങ്കിലും ഇസാക്ക് ആണെങ്കിലും. അപ്പൊ ഞങ്ങളുടെ ഹ്യൂസിനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പില്, അതായത് പുള്ളി 43 മാച്ചാണ് സീനിയർ ഗെയിം കളിച്ചിരിക്കുന്നത് യാൻ ഡയമണ്ട്. നിങ്ങൾക്കറിയാം ലാലിഗയില് ഒരു 10 മാച്ച് എന്തോ കളിച്ചിട്ടുണ്ട് പുള്ളി. ലെവാന്റേക്കാന്ന് തോന്നുന്നു. പുള്ളിയുടെ ലൈപ്സിക്കില് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ പെർഫോമൻസ് ഇല്ല. ലൈക്ക് പുള്ളി ഓക്കെ, അത്രേ ഉള്ളൂ. 19 വയസ്സിന് ഓക്കെ. കാരണം പുള്ളിയുടെ ഗോൾ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും, പുള്ളിയുടെ ബാക്കിയുള്ള ബുക്സ് റെക്കോർഡ്സ് കുറച്ച് ഇംപ്രസീവ് ആണ്. ഈവൻ ഈ ഫ്രണ്ട് ലൈനിലോട്ടുള്ള റൺസ്, ഡ്രിബ്ലിങ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളിൽ പുള്ളി അടിപൊളിയാണ്. ഈവൻ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഡ്രിബ്ലിങ്സ് ചെയ്ത പുള്ളിയാണ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ. അതുപോലെ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് ലീഗിലെ ബുണ്ടസ് ലീഗിലെ ഏറ്റവും കൂടുതൽ ഡ്രിബ്ലിങ്സ് നടത്തിയത് പുള്ളിയാണ്. 120+ എങ്ങാണ്ട്. ഈ സ്റ്റാറ്റ്സ് ഭയങ്കര ബ്രില്യന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റാറ്റ്സിലായിരിക്കാം ലിവർപൂൾ ആണെങ്കിലും ഈവൻ PSG ആണെങ്കിലും പുള്ളി എടുക്കാൻ നോക്കിയത്. പക്ഷെ റയൽ മാഡ്രിഡ് ഈ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. മൊറീഞ്ഞോ കോച്ചായതിനു ശേഷം വരുന്ന ഒരു സൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഡ്രിബിൾ ചെയ്തിട്ട് എന്ത് കാര്യം? അതാണ്. പിന്നെ പുള്ളി നല്ല റൺസ് നടത്തും, ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തും, വർക്ക് ലോഡ് എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പുള്ളിയുടെ അത്ര അധികം ഈ കുറഞ്ഞ മാച്ചസേ കണ്ടിട്ടുള്ളൂ. പിന്നെ 19 വയസ്സേ ഉള്ളൂ. അതെ, എനിക്ക് PSG എടുക്കുന്നത് പിന്നെ മനസ്സിലാക്കാം. കാരണം PSGക്ക് ഇവനെ ലീഗ് 1 കളിപ്പിച്ചിട്ട് ഡുവേനെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചാമ്പ്യൻസ് ലീഗ് കളിപ്പിക്കാം. അതായത് അവന് ഡെവലപ്പ് ചെയ്യാൻ PSG ടൈം ഉണ്ട്, ലൂയിസ് എൻറിക്കയ്ക്ക് അതിനുള്ള ടൈം ഉണ്ട്. മെഡ്രിഡില് എന്റെ ഡൗട്ട് ഇപ്പൊ ലിവർപൂൾ ആണെങ്കിലും PSG ആണെങ്കിലും സല റൈറ്റ് വിങ്ങില്, പക്ഷെ ലിവർപൂൾ ആണെങ്കിലും PSG ആണെങ്കിലും പോലും ഇറ്റ്സ് നോട്ട് റയൽ മെഡ്രിഡ് അല്ലേ. റയൽ മെഡ്രിഡിൽ എത്തുമ്പോ പ്രഷർ എന്ന് അവനൊരു നമുക്ക് അപ്പോ അനീസിന് തന്നെ അറിയാം. അതായത് 2 മാച്ച് പുള്ളി ഒന്ന് ലോ ആയാൽ അപ്പൊ തന്നെ മാർസ അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസ് പേപ്പേഴ്സ് തുടങ്ങും. അതാ ഇത് പോരാ, അതാണ് വി ആർ വെയിറ്റിംഗ് ഫോർ റോഡ്രിഗോ ടു കം ബാക്ക്, അല്ലെങ്കിൽ റോഡ്രിഗോ എപ്പോ വരും, അത്രയും പ്രഷർ വരും. സോ ആ പുള്ളിക്ക് ആ 19 വയസ്സിൽ ആ പ്രഷർ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതില് റയൽ ഇപ്പൊ പുതിയൊരു സ്ട്രാറ്റജി ഒക്കെ കണ്ടു. ആദ്യമായിട്ടാണ് തോന്നുന്നു 7 വർഷത്തെ കോൺട്രാക്ട് ആണ് പുള്ളിക്ക് കൊടുത്തത്, 2033 വരെ. ഈ റോട്ടേഷൻ സമ്മതിക്കണല്ലോ പുള്ളിയെ പല രീതിയിൽ വേണമെങ്കിൽ ഈവൻ വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ലോണിൽ വിടാനോ, അല്ലെങ്കിൽ ഇനിയിപ്പോ വർക്കൗട്ട് ആവുന്ന അത്രയും കോൺഫിഡന്റ് ഉണ്ടോ എന്നുള്ള അറിയില്ല. ഈവൻ കമ്പോസ് ഒക്കെ സ്കൗട്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ മേ ബി നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ PSG നല്ല രീതിയിൽ അത് എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ഈവൻ ലുച്ചൊക്കെ ഒരു ഇതിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയെ നല്ല രീതിയിൽ പുള്ളി വർത്താണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. മേ ബി എന്തോ അറിയില്ല. എന്തായാലും മാഡ്രിഡ് സ്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നതാണെന്നുള്ളൊരു തോന്നലൊന്നും എനിക്കില്ല. നമ്മള് ലൈവിൽ സംസാരിച്ച ഒരു സാധനമായിരുന്നു ഈ
സ്റ്റാർട്ടിംഗ് ലൈന് 11 പേര് മാത്രമല്ല ഒരു ടീം എന്നുള്ളത്, മിനിമം ഒരു 15-16 മിനിമം വേണം കോർ എന്ന് പറയുന്നത്, ബാക്കി സ്ക്വാഡ് സ്ട്രെങ്ത് പോലെ. പക്ഷെ വെൻ എവരിബഡി ഈസ് ഫിറ്റ്, ഈ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്, ഡയമണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിഡ്ഫീൽഡിൽ ഒരു 1% ലൈറ്റ് ആണ്. പറയാനുള്ള കാരണം ഡയമണ്ട് ഓടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണണം. ബാക്കി 3 ആൾ ഓടൂല, ബാക്കി 2 ആൾ ഓടൂല എന്നുള്ളത് കൺഫേം ആണ്, ഈ വിനിയും എംബപ്പയും. അപ്പം ഇവർക്കുള്ള കാല് ആര് കൊടുക്കും? ബെല്ലിംഗം ഉണ്ടാവും. ബെല്ലിംഗം പക്ഷെ മൊറീഞ്ഞോന്റെ എന്താ പറയാ ഒരു ലാംപാർഡ് സ്റ്റൈൽ ഓടേണ്ടി വരും. അതിന് അത്രയും സാക്രിഫൈസിന് ബെല്ലിംഗം തയ്യാറാവോ? അങ്ങനെ പറഞ്ഞ കേൾക്കുന്ന മനുഷ്യനാണ്. ബെല്ലിംഗം വർക്കിലോട് എടുക്കും. പുള്ളിക്ക് അതിന് മടിയില്ല. പുള്ളി പിച്ചില് 90 മിനിറ്റ്സും ഫുൾ വർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന, അതിൽ മടിയില്ലാത്തൊരു പ്ലെയർ ആണ്. ഈവൻ പുള്ളിയെ ഇൻസ്ട്രക്ട് ചെയ്തില്ലെങ്കിലും പുള്ളി ഓട്ടോമാറ്റിക്കലി അതെടുക്കും. ഞാൻ കണ്ടിട്ടില്ല പുള്ളി പിച്ചിൽ ചുമ്മാ നടക്കുന്നത്. പുള്ളി അങ്ങനെ ചുമ്മാ പുള്ളി അങ്ങനെ ചുമ്മാ നടക്കാറില്ല പൊതുവെ. പുള്ളി ഒരു അഗ്രസീവ് മൈൻഡുള്ള, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ടീമിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷെ ഈവൻ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വിനീഷ്യസിന്റെ കേസിലാണ് ഇതിനകത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളൂ. കാരണം വിനീഷ്യസിനെ കൊണ്ട് വർക്ക് ലോഡ് എടുപ്പിക്കാൻ വേണമെങ്കിൽ പറ്റും. പുള്ളിയെ കൊണ്ട് ആഞ്ചലോട്ടി ഒക്കെ ചില സമയങ്ങളിലൊക്കെ എടുപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ ബ്രസീലിലാണെങ്കിലും ശരി, ചില ടൈമിലൊക്കെ വിനീഷ്യസിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈവൻ വിനീഷ്യസിനെ കൊണ്ട് വേണമെങ്കിൽ അത് പറ്റും. പക്ഷെ എംബാപ്പെ 100% എംബാപ്പെ വർക്ക് ലോഡ് എടുക്കൂല. എംബാപ്പെ അറ്റാക്കിംഗ് വൈസ് മാത്രമായിരിക്കും. പുള്ളി ഡിഫൻസിലെ യാതൊരുവിധ കോൺട്രിബ്യൂഷൻസും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. പുള്ളി ഓഫ് ദ ബോൾ പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ബോൾ റിക്കവർ ചെയ്യാനൊന്നും പുള്ളിനെ കിട്ടൂല. അത് പുള്ളിനെ കൊണ്ട് പറ്റൂല. പുള്ളി ആ രീതിയിൽ വിട്ടിട്ട് വിനീഷ്യസിനെ മാക്സിമം അതിനു വേണ്ടി പുഷ് ചെയ്യേണ്ടി വരും. യാൻഡിയമോണ്ട് അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം പുള്ളിയുടെ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കിയപ്പോൾ പുള്ളി ആ രീതിയിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് ആക്ച്വലി. പിന്നെ അല്ല, മൊറീഞ്ഞോനെ 19 വയസ്സുള്ള പയ്യനെ പേടിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. അതില് ഉണ്ടാവാൻ സാധ്യത. കുക്രയ വിനീഷ്യസിന്റെ പണിയും കൂടി ഒരു പരിധി വരെ ഒരു 70% കുക്രയ എടുക്കേണ്ടി വരും. ഒരു 30% വിനീഷ്യസും എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ ഒരു പരിധി വരെ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പൊ ചിന്തിക്കാൻ പറ്റും. അവിടെയാണ് ഞാൻ എന്റെ അടുത്ത ചോദ്യം വരുന്നത്. കുക്കറയ ബൈ ഡിഫോൾട്ട് എന്താ പറയാ ഒരു ഫ്രീ റൺ, അതായത് കുക്കറയ നീ മാത്രമാണ് ഈ ടീമിൽ മെയിൻ എന്ന് പറഞ്ഞ കുക്കറയ പോയിട്ട് ഒരു 70% പോയിട്ട് ഗോൾ പോസ്റ്റ് അപ്പുറത്ത് വെക്കും. മുപ്പത് അതാണ് അറ്റാക്ക് ചെയ്യണം. വിനീഷ്യസും എംബാപ്പയും ആ കൂട്ടത്തിൽ തന്നെ കുക്കറയും കൂടി ആ മൂലക്കിൽ പോയാൽ നിങ്ങളെ ലെഫ്റ്റ് വിങ് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും കേട്ടോ. പക്ഷെ ലെഫ്റ്റ് ബാക്കിൽ ആ ഭാഗത്ത് ആരും ഉണ്ടാവില്ല. ലെഫ്റ്റ് ബാക്കിൽ ഉണ്ടാവില്ല. മേ ബി ഇവൻ അവിടെയാണ് ചൊമേനിന്റെ റോള്. ചൊമേനി ആ റോൾ എടുക്കാൻ അടിപൊളിയാണ്. ഏത് ഡിഫൻസിന് കവർ കൊടുത്തിട്ട് അവിടെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് പുള്ളി നിൽക്കും. ഒരു റഷ് ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചൊമേനി കൊള്ളാം. പുള്ളി അവിടെ നിന്നോളും. പുള്ളിക്ക് ഫ്രണ്ടിലോട്ട് കയറിയിട്ട് പിന്നെ തിരിച്ച് ബാക്കിലോട്ട് ഇറങ്ങാനാ പറ്റാത്തത്. പുള്ളിയോട് അവിടെ സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് വൃത്തിക്ക് ചെയ്യും. മേ ബി ആഞ്ചലോട്ടി ടൈപ്പ് ഓഫ് ഫുട്ബോൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പരിധി വരെ ഈ പറയുന്ന മൊറീഞ്ഞോ ടൈപ്പ് ഓഫ് ഫുട്ബോൾ ഏകദേശമൊക്കെ ഒരേക്കെ പോലെ തന്നെയാണ്. കുറച്ചും കൂടിയും സിറ്റ് ബാക്ക് അല്ലെങ്കിൽ ഒരു 6-ാം ബോൾ കൂടുതലാണ് മൊറീഞ്ഞോ എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഏകദേശം സെയിം. അപ്പൊ ഈ പറയുന്ന പോലെ വൽവർദെ ആൻഡ് ബെല്ലിംഗം, പിന്നെ വൽവർദെ ഒന്നും പിന്നെ വർക്ക് ലോഡ് എടുക്കാൻ മടിയുള്ള ആളല്ലല്ലോ, അറിയാലോ. വൽവർദെ ഏത് ടൈപ്പ് വേണമെങ്കിലും പുള്ളി കളിക്കുമല്ലോ. അപ്പോ മേ ബി അതായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഒരു പരിധി വരെ നടക്കുമെന്ന് വിചാരിക്കാം. പിന്നെ ഒരു ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ക്രിയേറ്റീവായിട്ട് പാസ് ഇട്ട് കൊണ്ടുവന്ന് ഒരു 500 പാസ് 1000 പാസ് എന്നിട്ട് ഗോൾ അടിക്കുന്ന ഒരു പരിപാടി ഒന്നും എന്തായാലും മൊറീഞ്ഞോന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് എതിർ ടീമിനോട് ബോൾ കൊടുത്തിട്ട് ഒരു 75% ബോൾ കൊടുത്ത് നിങ്ങൾ അവിടെ തട്ടിക്കളിച്ചോ, ഞങ്ങളിവിടെ ബാക്കിൽ റെസ്റ്റ് എടുത്തോളാം എന്ന് പറയുന്ന പരിപാടി ആയിരിക്കും മേ ബി മൊറീഞ്ഞോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പിന്നെ ബെർണാഡോ സിൽവ സ്റ്റാർട്ട് ചെയ്യാൻ മൊറീഞ്ഞോക്ക് വേണ്ടി ബെർണാഡോ സിൽവ, വൽവർഡെ, ബെല്ലിംഗം മിഡ്ഫീൽഡ് വരെ ചാൻസ് ഉണ്ട്. ഇത്രയും സിറ്റ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ചൂമേനിനെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് ഒരു കുറച്ച് ഓടാൻ വേണ്ടിയിട്ട് ബാക്കി ഫ്രണ്ടിലുള്ള ഒരു, കാരണം ലെഗ്സ് വേണം എന്തായാലും ടീമിൽ. എനിവേ നമ്മൾ ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറോളായി അനീസ് വന്നിട്ട്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അനീസിനെ ഞാൻ ഫ്രീ ആക്കാം. വാട്ട് ഡു യു ഡിഫൈൻ ആസ് സക്സസ് ഈ സീസണിൽ? മൊറീഞ്ഞോ ഫുൾ സീസൺ നിൽക്കും എന്ന രീതിയിൽ. അതിനോ റയൽ മാഡ്രിഡിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ആണ്. പക്ഷെ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ട്, ഒരു പ്രാക്ടിക്കൽ ആയിട്ട് എന്താണ് ഒരു ട്രോഫി അല്ല ഞാൻ ചോദിക്കുന്നത്. വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദ ടീം? ആക്ച്വലി
ഇത് നമ്മളെ ഇപ്പത്തെ ഇതിപ്പോ നിങ്ങൾ സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഭരതൻ പത്മരാജൻ പറയുന്ന സംവിധായകർ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഈ മോഡേൺ എറയിൽ അവരെങ്ങനെ സംവിധാനം ചെയ്യും, എങ്ങനെ സിനിമ എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും എന്നുള്ള പോലത്തെ ഒരു ഡൗട്ട്, ഒരു സംഭവം, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ആക്ച്വലി. സംഭവം അവര് ഒരു ലെജൻഡറി ഡയറക്ടേഴ്സ് ആണ്, മലയാളത്തിൽ ഐക്കോണിക് ആയിട്ടുള്ള ഫിലിംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മോഡേൺ എറയില് അവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും, ഈ ന്യൂ ജനറേഷനെ ജെൻസീസിനൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സിനിമ അവർക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും. ഇപ്പൊ നമ്മൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിബി മലയിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം പുള്ളിക്കൊന്നും ഇപ്പൊ ഒന്നും പറ്റുന്നില്ല. പുള്ളി പറയുമ്പോൾ ഏത് ലെവലിൽ മൂവി എടുത്താ അതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്റെ മുന്നിലുണ്ട്. ഈ ടൈപ്പ് ഓഫ് മോഡേൺ എറയില് മൊറീഞ്ഞോക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മാച്ച് കഴിഞ്ഞാലേ എനിക്ക് അതിനെക്കുറിച്ച് വിലയിരുത്താൻ പറ്റുള്ളൂ. എന്നാലും ഞാനൊരു ലോങ് ടേം പ്രൊജക്ട് ആയിട്ട് മൊറീഞ്ഞോ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു റിസൾട്ട് ഇപ്പൊ നോക്കൌട്ട് ടൂർണമെന്റിൽ ചിലപ്പോ പുള്ളി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തേക്കാം. മേ ബി ഫൈനലുകളൊക്കെ ചിലപ്പോൾ വിൻ ചെയ്തേക്കാം. പുള്ളി ഏത് ടൈപ്പ് 6-ാം ബോൾ എടുത്തിട്ടാണെങ്കിലും ചിലപ്പോൾ ഫൈനലൊക്കെ വിൻ ചെയ്യാൻ പുള്ളിയുടെ അടുത്ത് ഐറ്റംസ് ഉണ്ടാവും. നോക്കൌട്ടൊക്കെ പുള്ളി ജയിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി പുള്ളി ഒപ്പിക്കും. പക്ഷെ ലീഗില് എനിക്ക് തോന്നുന്നില്ല വർക്കൗട്ട് ആവുമെന്ന്. ലീഗിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ചാമ്പ്യൻസ് ലീഗിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ കോപ്പ ഡെ എസ്പാനിലോ അല്ലെങ്കിൽ കോപ്പ ഡെൽ റേയിലൊക്കെ ചിലപ്പോ ഏതെങ്കിലും ട്രോഫിയോ അടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ ഈ കോപ്പ ഡെൽ റേ അടിക്കുക എന്ന് പറയുമ്പോൾ അത്ര വലിയ ടഫായിട്ടുള്ള പരിപാടിയൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ബാഴ്സലോണനെയും അത്ലറ്റിക്കോനെയും തോൽപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഒപ്പിച്ചാൽ മതി. സംഭവം ഒരു നോക്കൌട്ട് മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആ ട്രോഫി കിട്ടും. പക്ഷെ ലീഗ് അടിക്കൽ അതിലും ടഫാ. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി നല്ലൊരു ഫിക്ചറാ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1-2 മാച്ച് മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിക്കാം. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അങ്ങനെ നല്ല ഫിക്ചർ പൊതുവെ കിട്ടാറില്ല ചാമ്പ്യൻസ് ലീഗിൽ. ടഫ് ഫിക്ചേഴ്സ് കിട്ടിയിട്ടാണ് റയൽ മാഡ്രിഡ് പോവാറ്. പക്ഷെ ഇൻ കേസ് എല്ലാവർക്കും സിറ്റിയും ഇവരൊക്കെ ഉണ്ടാവും ഇപ്പൊ. പക്ഷെ നല്ലൊരു ഫിക്ചർ ഇപ്പൊ കഴിഞ്ഞ തവണ ആഴ്സണലിനൊക്കെ കിട്ടിയ ഫിക്ചർ അറിയില്ലേ? സിമ്പിൾ ഫിക്ചർ ആയിരുന്നു ആഴ്സണലിന്. അവര് ഒരു സുഖമായിട്ട് അങ്ങ് കയറിപ്പോയതാണ്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡില് PSG ഫിക്ചർ ഏതായിരുന്നു? ബയൺ മ്യൂണിക്ക്, ലിവർപൂൾ, ആ ഒരു സൈഡ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ലെവലിൽ അപ്പൊ അങ്ങനെയൊക്കെ കിട്ടി ചിലപ്പോ അങ്ങനെ പോവാം. പക്ഷെ ലീഗ് എനിക്ക് ഒട്ടും ഒരു പ്രതീക്ഷയില്ല. ലീഗിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ആക്ച്വലി. എസ്പെഷ്യലി ഇപ്പം അൽവാരേസ് ബാഴ്സയിലേക്ക് പോയാലും റോഡ്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാഴ്സ വിൽ ബി അതെ, അൽവാരസ് ഡീല് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നുണ്ട്. റോഡ്രി ഡീൽ ഓക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്ലറ്റിക്കോ ഒട്ടും വഴങ്ങുന്ന ടൈപ്പ് ഒരു ഞാൻ ചോയ്സൊന്നും കണ്ടത് അത്ലറ്റിക്കോ 490 മില്യൺ റിലീസ് കോസ്റ്റ് പേ ചെയ്തോളൂ കൊണ്ടുപോയിക്കോളൂ എന്നങ്ങാണ്ട് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും അനീസ് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ എക്സാമ്പിൾ ഇഷ്ടപ്പെട്ടു. ഭരതനും പത്മരാജനും ഇന്നത്തെ കാലത്ത് വന്ന് എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പം അനീഷ് പറഞ്ഞ പ്ലേയേഴ്സിൽ നമ്മൾ പറയുന്ന പ്ലേയേഴ്സ് ഒരു ഇതുണ്ട്. അതായത് ഈ യങ് ഫ്രഞ്ച് പ്ലേയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അവരുടെ സ്വാഗും അവരുടെ ഒരു കൾച്ചർ ഐ തിങ്ക് പോസ്റ്റ് പോൾ പോഗ്ബ ഇറയിൽ വന്ന പ്ലേയേഴ്സ്, കൊണാട്ടെ, കാമവിംഗ, ചുവമേനി, എംബാപ്പെ, എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ അവരൊരു കോൺഫിഡൻസ് ലെവല് വേറെയാണ്. എനിക്ക് അങ്ങനെ ഒരു ലിവർപൂൾ എക്ടിക്ക് ആണെങ്കിലും എല്ലാവർക്കും ആ ഒരു എന്തോ ഒരു ബാർക്കോള, ഈവൻ ബാർക്കോള ഓൾസോ ഹാസ് ദാറ്റ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കൂ. എനിക്കൊന്ന് അലക്സ് ഫെർഗ്യൂസനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പണ്ടത്തെ പ്ലേയേഴ്സ് ആണെങ്കിൽ പേടിപ്പിക്കാൻ പറ്റിയതാക്കാം, ഇപ്പോഴത്തെ പ്ലേയേഴ്സിനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമുക്കറിയില്ല. എസ്പെഷ്യലി മൊറീനിയുടെ കാലത്ത് ലാംപാർഡ് ആണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിലും അന്നത്തെ മെഡ്രിഡ് പ്ലേയേഴ്സ് ആണെങ്കിലും ചെൽസിയിലെ പ്ലേയേഴ്സ് ചാവും, മാനേജറിന് വേണ്ടി എന്തും ചെയ്യും, അവര് ചത്ത് കളിക്കും. ആ ഒരു എക്സാമ്പിൾ ഇന്നത്തെ ഫുട്ബോളില് അതെ അവനെ ചവിട്ടി കൊല്ലണമെന്ന് പറഞ്ഞ് ചവിട്ടിക്കൊല്ലും. അപ്പൊ എന്തായാലും ഇന്നത്തെ പ്ലേയേഴ്സ് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് എന്തായാലും റയൽ മാഡ്രിഡിനെ നമ്മൾ ഫോളോ ചെയ്യും. അനീസ് വീണ്ടും വരണം നമ്മുടെ പോഡ്കാസ്റ്റിൽ, നമുക്ക് ഡിസ്കഷൻസിൽ വരണം. അനീസിന്റെ പേജ് അവർ ലോസ് ബ്ലാങ്കോസ് കേരള അവരുടെ ലൈവ് സ്ട്രീമിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് റയൽ മാഡ്രിഡിന്റെ ട്രാൻസ്ഫർ റൂമേഴ്സ്, അവരുടെ സെയിൽസ്, മാച്ച് ഡിസ്കഷൻസ്, പോസ്റ്റ് മാച്ച് എല്ലാം അവരുടെ പേജിലുണ്ട്. പ്ലീസ് ഫോളോ ദം. ഇറ്റ്സ് എ വെരി ഗുഡ് പേജ് ഫോർ മെഡ്രിഡ് ഫാൻസ് ആൻഡ് ബാർസ ഫാൻസ് ഫോർ സ്പൈങ്. അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച് അനീഷ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.